നമസ്തേ എവരി വൺ. നമുക്ക് ഇന്ത്യൻ കമ്പനീസ് ആക്ട് വെച്ചിട്ട് നമ്മൾ കമ്പനിയെ മാനേജ് ചെയ്യുമ്പോൾ ആന്ധ്രാപ്രദേശ് ഓർത്തിരിക്കേണ്ടുന്ന കുറച്ച് ഓർമ്മപ്പെടുത്തലാണ്. നമുക്ക് LLP അപേക്ഷിച്ച് നോക്കുമ്പോഴത്തേക്കും വളരെ കൂടുതൽ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനികളാണ്. ഏതാണ്ട് 15 ലക്ഷം പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനികളാണ് നമുക്ക് ഇന്ത്യയിലുള്ളത്. അപ്പോൾ നമ്മുടെ ഈ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി അതുകൊണ്ടുള്ള ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഈ ഒരാളോ 2 പേരോ ബിസിനസ് ചെയ്യുന്നതിന് പകരം 5 പേരോ 10 പേരോ 20 പേരോ 50 പേരോ 100 പേരോ 200 പേരോ അവരുടെ കയ്യിലുള്ള റിസോഴ്സസ് പണം പൂള് ചെയ്ത് നമുക്ക് ഒന്നിച്ചിട്ട് അവരെല്ലാം നിക്ഷേപം ഒന്നിച്ചിട്ടുകൊണ്ട് വേണം അവരെല്ലാവരും കൂടെ കൂടിക്കൊണ്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു ബിസിനസ്. അപ്പോൾ ഒരു പ്രസ്ഥാനം പോലെ ബിസിനസ് ചെയ്യാവുന്ന. അപ്പോൾ ലീഡർഷിപ്പ് ക്വാളിറ്റീസ് ഉള്ളവർക്ക് വളരെ എളുപ്പമാണ് നടത്താനും വിജയിക്കാനും, എപ്പോഴും വളരെ എളുപ്പമാണ്. ഒരു കാര്യമേ ഉള്ളൂ, നമ്മളിത് നടത്തുമ്പോൾ വളരെ ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം. അപ്പോൾ ആദ്യമേ നമ്മളിപ്പോൾ ഒരു കമ്പനി നമ്മൾ തുടങ്ങുകയാണെങ്കിൽ ആദ്യം തുടങ്ങുന്ന ആൾക്കാർ 3 പേരോ 5 പേരോ അവർ ചേർന്നിട്ട് തന്നെ ഇതിന് വേണ്ടുന്ന മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ, അതിനകത്ത് പ്രധാനമായിട്ട് എന്തിനു വേണ്ടിയിട്ടാണ്, ഏത് കാര്യങ്ങളൊക്കെയാണ്, എന്തൊക്കെ ഇല്ല എന്തൊക്കെ ഉണ്ടെന്നുള്ളത് വ്യക്തമായിട്ട് കമ്പനി സെക്രട്ടറിയായിട്ട് ചർച്ച ചെയ്ത് അത് വീണ്ടും 2-3 പ്രാവശ്യം വീണ്ടും പരസ്പരം വായിച്ച് കേട്ട് അത് കഴിഞ്ഞ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ, അതും ഒരു ഗവൺമെൻറ് ഒരു ഇതുണ്ട്. പക്ഷേ അതിനെ നമുക്ക് മാറ്റാം, നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മുടെ റൂളുകൾ വെച്ച് നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ള രീതിയിൽ നമുക്ക് അതിനെ ആക്കിയെടുക്കാം. അത് കഴിഞ്ഞ് ഷെയർ ഹോൾഡേഴ്സ് തമ്മിലൊരു എഗ്രിമെൻറ്റും കൂടെ വെക്കാം ഇതിന് പുറത്ത്. അപ്പോൾ അതായത് ഷെയർ വിൽക്കുകയാണെങ്കിൽ നമുക്ക് കമ്പനിക്ക് മാത്രമേ തരാൻ പാടുള്ളൂ, ഇല്ലെങ്കിൽ ബാക്കിയുള്ളവർക്ക് അത് കഴിഞ്ഞേ പുറത്ത് കൊടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ നമുക്ക് ഫണ്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ 2-3 വർഷം കഴിഞ്ഞേ ചോദിക്കാൻ പാടുള്ളൂ. ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് പറയും, അവർ പറഞ്ഞു തരും എന്തൊക്കെയാണ് നമ്മുടെ കണ്ടീഷൻ, അതൊക്കെ വെച്ചുകൊണ്ട് നമുക്ക് ചെയ്യാം. അത് കഴിഞ്ഞത് ഇൻകോർപ്പറേഷൻ കഴിയുമ്പോൾ ഡിന്ന് വേണം, നമുക്കൊരു 3-4 കൂട്ടം ഡോക്യുമെൻറ്റ്സ് എല്ലാം കൊടുത്ത് അങ്ങനെ അത് കഴിഞ്ഞാണ് നമുക്ക് ബാങ്ക് അക്കൗണ്ട് കിട്ടുക, കറണ്ട് അക്കൗണ്ട് കിട്ടുന്നത്. അതിനകത്തേക്ക് നമ്മൾ ഷെയർ ഹോൾഡേഴ്സിനെ കൊണ്ട് നിക്ഷേപിക്കുക. നമ്മൾ കയ്യിൽ വാങ്ങിക്കരുത്, 1 രൂപ പോലും കയ്യിൽ വാങ്ങിക്കരുത്. ആ അക്കൗണ്ടിലേക്ക് മാത്രമേ അതാണ് മെയിനായിട്ട്. പിന്നെ അതിൽ നിന്ന് നമ്മൾ ചിലവാക്കുന്നത് മുഴുവനും ആ അക്കൗണ്ടിൽ നിന്നായിരിക്കണം. നമുക്ക് എന്ത് കാര്യത്തിൽ ചിലവാക്കണമെന്നുണ്ടെങ്കിലും കമ്പനിക്കകത്ത് തീരുമാനിച്ച് നമുക്ക് ചിലവാക്കാം. അപ്പോൾ അതിന് ഫൈനാൻഷ്യൽ പവേഴ്സൊക്കെ നമ്മൾ ഇതിനകത്ത് ആർട്ടിക്കിൾസിനകത്ത് നമ്മൾ പറഞ്ഞേക്കും. ഇത്ര രൂപ വരെയുള്ള നമുക്ക് ആരോടും ചോദിക്കാതെ തീരുമാനിക്കാം. അതിന് മുകളിലുള്ളവർ ഇന്ന ആൾക്കാർ അറിഞ്ഞിരിക്കണം എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അതിൻ്റെ മുകളിൽ വരുമ്പം ബോർഡ് അറിയണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അതിനകത്ത് തീരുമാനം കൊണ്ട് സുരക്ഷിതമായി എന്നിട്ട് നമ്മൾ അത് വെച്ചിട്ടായിരിക്കും നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാലും എല്ലാം അക്കൗണ്ടിൽ കൂടെ ആയിരിക്കണം. അപ്പോൾ ബാങ്കിൽ നിന്ന് ഇതൊരു കമ്പനി ആയി കഴിയുമ്പോൾ ഒരു വ്യക്തി പോലെയാണ്, ലീഗൽ പേഴ്സണാണ്. അപ്പോൾ എൻ്റെ കമ്പനിക്കകത്തുനിന്ന് ഞാൻ എഴുതിയ പുസ്തകം ഒരെണ്ണെടുത്ത് ഞാൻ വീട്ടിൽ കൊണ്ടുപോവുകയാണെങ്കിലും ഒഫൻസാണത്. അപ്പം എൻ്റെ കമ്പനിക്കകത്തുനിന്ന് ഞാൻ എഴുതിയ പുസ്തകം ഞാൻ എഴുതിയതാണ്, പക്ഷേ ഞാൻ എടുത്ത കഷ്ടത്തെ വെച്ചുകൊണ്ട് പോകാം, ചെയ്യാൻ പാടില്ല. ഞാനത് അവിടെ ആരാണോ അതിൻ്റെ കസ്റ്റോഡിയൻ അയാളോട് പറഞ്ഞ് അത് രേഖപ്പെടുത്തിയതിന് ശേഷം എൻ്റെ പേരിലേക്ക് അതിൻ്റെ പൈസ എൻ്റെ അക്കൗണ്ടിൽ നിന്ന് പോകുന്ന രീതിയിൽ രേഖപ്പെടുത്തിയതിന് ശേഷം മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. കാരണം കമ്പനി സെപ്പറേറ്റാണ്. കമ്പനിക്കകത്ത് ഇന്നിപ്പോൾ 10 ലക്ഷം രൂപ വന്നിട്ടുണ്ട്, എനിക്കൊരു എമർജൻസി വന്നു. അപ്പോൾ 2 ലക്ഷം രൂപ അധികം നേരെ എടുത്ത് എൻ്റെ പോക്കറ്റിലോട്ട് ഇടാനായിട്ട് പാടില്ല, ചെയ്യാനേ പാടില്ല. അപ്പോൾ നമുക്ക് കമ്പനിയിൽ നിന്ന് നമുക്ക് ഫണ്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു വഴിയേ ഉള്ളൂ, ചുമ്മാ പൈസ എടുത്തുകൊണ്ട് പോകാൻ പറ്റത്തില്ല. ഞാൻ കമ്പനിക്ക് ഓൾറെഡി മുടക്കിയേക്കുന്ന പൈസയുടെ വിഡ്രോവലായിട്ട് എൻ്റെ അക്കൗണ്ടിലേക്ക് പോയി അവിടെ നിന്ന് എടുക്കാൻ പാടുള്ളൂ. കമ്പനിയിൽ നിന്ന് 5 രൂപ എനിക്ക് എടുക്കാൻ പറ്റത്തില്ല. ഇങ്ങനെ കുറച്ച് ഫോർമാലിറ്റീസ് ഉണ്ട്. നല്ലതാണ്, വളരെ നല്ലതാണ്, ആർക്കും എടുത്തുകൊണ്ട് പോകാൻ പറ്റില്ല. നാളെ ആരെല്ലാം പറഞ്ഞാലും നമ്മൾ സേഫാണ്. ഈ ഒരു കാര്യം അക്കൗണ്ടൻറ്റിനും പറ്റത്തില്ല, ആരും. ഇപ്പോൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ കമ്പനീസ് ആക്ട് വെച്ചുള്ളതാണ്. എത്ര ബ്രാഞ്ച്, ആയിരക്കണക്കിന് ബ്രാഞ്ചുകൾ ഇന്ത്യയുടെ എവിടെയെല്ലാം പ്രവർത്തിക്കുന്നു. അതിൻ്റെ വല്ല ഷെയർ ഹോൾഡേഴ്സും പോയി നോക്കുന്നുണ്ട്, എംപ്ലോയീസാണ് ചെയ്യുന്നത്. വളരെ കൃത്യമായിട്ട് നടത്തിപ്പോകുന്നതുകൊണ്ട് ആ റൂളിനകത്തോടെ പോകുന്നതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളിങ്ങനെ പോവുകയാണെങ്കിൽ നമ്മൾ അവിടെ ഇരിക്കണമെന്നേ ഇല്ല. ഒരു സിസ്റ്റം ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ സിസ്റ്റം എന്ന് പറഞ്ഞാൽ പലയിടത്തും നടത്തിയിട്ടുള്ള കമ്പനികളുടെ സിസ്റ്റം നമുക്ക് കിട്ടും. സോഫ്റ്റ്വെയർ സിസ്റ്റമായിട്ടുമൊക്കെ നമുക്ക് ആ സിസ്റ്റം കിട്ടും. ആ സിസ്റ്റം നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇത് നമ്മൾ കമ്പനി തുടങ്ങുമ്പോഴത്തേക്ക് ഒരു ക്വാളിഫൈഡ് കമ്പനി സെക്രട്ടറി നമുക്ക് മസ്റ്റാണ്.
ഓക്കെ. അപ്പോൾ അത് ആ നിയമപ്രകാരം നമ്മളെല്ലാം നടത്തിക്കൊണ്ട് പോകുന്നു. റെഗുലറായിട്ട് നമ്മൾ ബോർഡ് മീറ്റിംഗ് കണ്ടക്ട് ചെയ്യണം. നമ്മൾ സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെൻറ്റ് പറയും ഇത്ര ദിവസം കൂടുമ്പോൾ. പക്ഷേ ആ റിക്വയർമെൻറ്റ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും മാസത്തിൽ രണ്ടാമത്തെ ശനിയാഴ്ചയോ അങ്ങനെ വല്ലതും ഉച്ചയ്ക്ക് ലഞ്ചോട് കൂടി ഒരു മീറ്റിങ്ങോ അങ്ങനെ വല്ലതും പറഞ്ഞ് നമ്മൾ റെഗുലറായിട്ട് സെറ്റപ്പ് ചെയ്തിട്ട് അത് ബോർഡ് മീറ്റിംഗ് ആക്കി മാറ്റുക. അതിന് പ്രോപ്പറായിട്ട് മിനിറ്റ്സ് എഴുതണം. അതുപോലെ തന്നെ ഷെയർ ഹോൾഡേഴ്സിൻ്റെ മീറ്റിംഗ് വെക്കുമ്പോൾ അതിന് കൃത്യമായിട്ട് മിനിറ്റ്സ് വേണം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഓഡിറ്റേഴ്സിൻ്റെ ഇൻസ്ട്രക്ഷൻ ഉണ്ട്, അത് നമ്മൾ കൃത്യമായിട്ട് പാലിക്കണം. ഫൈനാൻഷ്യൽ റെക്കോർഡ്സ് പൈസ പോകുന്നതും എല്ലാം കൃത്യമായിട്ട് നമുക്കിപ്പോൾ ഇലക്ട്രോണിക്സിൽ ചെയ്യുന്നതുകൊണ്ട് സോഗോ CRM പോലെ ഒരു സോഫ്റ്റ്വെയർ ഒക്കെ നമ്മളെടുത്ത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് സോഗോ ബുക്സ് എന്നൊക്കെ പറഞ്ഞ് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ട് ടാലി അത് അക്കൗണ്ടൻസിനുള്ളതാണ്, നമുക്കുള്ളതല്ല, കമ്പനിക്കുള്ളതല്ല. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് എപ്പോഴും കയറി നോക്കണ്ടേ, ഓരോ മണിക്കൂറിലും നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും ഒക്കെ അറിയാൻ പറ്റണ്ടേ. നിങ്ങൾ കമ്പനി നടത്തുന്ന ആൾക്കാർ ഒരു അർജൻറ്റായിട്ട് പഠിച്ചിരിക്കേണ്ടത് ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എങ്ങനെയാണ്, അതിനെക്കുറിച്ച് ഇഷ്ടംപോലെ യൂട്യൂബ് കിടപ്പുണ്ട്, അതെടുത്ത് പഠിക്കണം. എന്നിട്ട് നമ്മൾ ഏതെങ്കിലും ഓഡിറ്ററെയോ അക്കൗണ്ടൻറ്റിൻ്റെ കയ്യിൽ നിന്ന് പഠിക്കണം. അതിൻ്റെ അകത്ത് ഓരോ ഇതും വരുന്നത് എന്താണെന്ന് നമുക്കത് ഇൻ്റർപ്രിറ്റ് ചെയ്യാൻ അത് അത്യാവശ്യമാണ്. അതുപോലെ ഒരു ബാലൻസ് ഷീറ്റും എവിടെ നോക്കിയാലും പഠിക്കാനായിട്ട്. അപ്പം എൻ്റെ ഒരു ക്ലാസ്സിന് വരുന്നതിന് മുമ്പ് ഇത് പഠിച്ചിട്ട് വരുവാണെങ്കിൽ നമുക്ക് ഇനി ഇത് പഠിപ്പിച്ച് തുടങ്ങും. കാരണം നമ്മൾ ഹ്യൂജ് ഫണ്ടൊക്കെ നമുക്ക് കിട്ടാവുന്ന ഓപ്പർച്യൂണിറ്റി ഒക്കെ വരുമ്പം നമുക്ക് അതിനകത്തെല്ലാം നമുക്ക് ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും നമുക്ക് അറിയാനും നമ്മുടെ ആ രീതിയിൽ ആക്കി കൊടുക്കാനൊക്കെ ഉള്ള കഴിവ് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ കയ്യിൽ ഒരു പൈസ പോലും 1 റുപ്പി പോലും എടുക്കാനില്ലെങ്കിൽ നമുക്ക് വലിയ ബിസിനസ് ചെയ്യാം. പക്ഷെ നമ്മൾ ഈ ഒരു അറിവ് നമുക്ക് വളരെ അത്യാവശ്യമാണ്. ഇതൊക്കെ എടുത്തിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് അതുപോലെ തന്നെ നമുക്ക് ഈ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരാൻ വേണ്ടി ഒരു ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ നമുക്ക് അപ്പോയിൻറ്റ് ചെയ്യാം. അതിന് നമുക്ക് അതോറിറ്റി ഉണ്ട്. അപ്പോൾ അതുപോലെ തന്നെ കമ്പനി ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ 30 ദിവസത്തിനകത്ത് ഒരു സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്ററെ, ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റിനെ നമ്മൾ നിയമിക്കണം. പിന്നെ അതുപോലെ തന്നെ ആനുവൽ റിട്ടേൺസ് മിക്കവാറും സെപ്റ്റംബർ 30 കൂടി, അപ്പം മാർച്ച് കഴിയുന്ന അത് നമ്മൾ സെപ്റ്റംബർ 30 കൂടിയാണ്. ചില കാലത്ത് ചിലപ്പം ഗവൺമെൻറ് 1, 2, 3 മാസം ചിലപ്പോൾ നീട്ടിത്തരും, ഗവൺമെൻറ്റിൻ്റെതായ കാര്യങ്ങളുമുണ്ട്. ആനുവൽ റിട്ടേൺസ് കറക്റ്റായിട്ട്, അല്ലെങ്കിൽ നല്ല കനത്ത ഫൈൻ വരും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ലേറ്റായിട്ടുള്ള ട്രാൻസാക്ഷൻ ഒന്നും വരാതെ അത് വളരെ കറക്റ്റായിട്ട് തന്നെ, പിന്നെ ഒരു കോൺഫ്ലിക്റ്റും ഇല്ലാതെ പോകാനായിട്ട് പറ്റണം. രജിസ്റ്റേർഡ് ഓഫീസ് വേണം, നമുക്ക് കൃത്യമായിട്ട് ഓഫീസ് വേണം. പിന്നെ നമുക്ക് നോട്ടീസ് ബോർഡ് ഉണ്ടായിരിക്കണം. മീറ്റിംഗ് നമുക്ക് ഇത്ര ദിവസം കൂടുമ്പോൾ ആ മീറ്റിംഗ് ഇത്ര ദിവസത്തിന് മുമ്പ് നോട്ടീസ് ബോർഡിൽ ഇട്ടേക്കണമെന്നുണ്ട്, അയച്ചു കൊടുക്കണമെന്നുള്ളതുകൊണ്ട്. ആനുവൽ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. ആക്ച്വലി നമുക്ക് ഈ ഇൻവെസ്റ്റ് ചെയ്തേക്കുന്ന ഓരോരുത്തർക്കും കയറി വന്നിട്ട് നമ്മുടെ അക്കൗണ്ട്സ് നോക്കാൻ പറ്റത്തില്ല. പൈസ വരുന്നതും പോകുന്നതൊക്കെ നോക്കാം. ഡയറക്ടർക്ക് വേണമെങ്കിൽ നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് നോക്കാനുള്ള അതോറിറ്റി ഉണ്ട്. മാനേജിങ് ഡയറക്ടർ നോക്കാം, അതല്ലെങ്കിൽ നമ്മുടെ ഡയറക്ടേഴ്സിന് നോക്കാം. അത് കഴിഞ്ഞാൽ പിന്നെ നോക്കാനായിട്ടുള്ള അതോറിറ്റി വരുന്നത് നമ്മൾ ഈ മാർച്ച് 31 കഴിഞ്ഞിട്ട് നമ്മുടെ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് സെപ്റ്റംബർ 30 ഇത് ഫയൽ ചെയ്തിട്ട് അതിൻ്റെ കോപ്പി നമ്മൾ ജനറൽ ബോഡിയിൽ കൊടുക്കും. ജനറൽ ബോഡി കൊടുത്തില്ലെങ്കിൽ പോലും കൊടുക്കണം, മസ്റ്റാണ് കൊടുക്കണം. അതല്ലെങ്കിൽ പോലും മിനിസ്ട്രി ഓഫ് കമ്പനി അഫയേഴ്സിൽ അവരുടെ സൈറ്റിൽ നിന്ന് ആർക്ക് വേണേൽ ഡൗൺലോഡ് ചെയ്തെടുക്കാം. പബ്ലിക്കിൽ ഏതൊരു പബ്ലിക്കിനും നമ്മുടെ കോമ്പറ്റീറ്റർക്കൊക്കെ ഇത് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഇറ്റ്സ് എ പബ്ലിക് ഡോക്യുമെൻറ്റ്. നമ്മൾ സെൻട്രൽ ഗവൺമെൻറ്റിൽ ഫയൽ ചെയ്തേക്കുന്നത്. അതിനകത്ത് കള്ള എൻട്രിയൊക്കെ വന്നാൽ പെട്ടു, അപ്പോൾ വരാൻ പാടില്ല, വളരെ കൃത്യമായിട്ടായിരിക്കണം. അതുകൊണ്ടാണ് നമുക്ക് ട്രാൻസ്പെറൻസി അത്രയുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഡോക്യുമെൻറ്റ്സ് നമ്മളിപ്പോൾ ഈ റെസൊല്യൂഷൻസ്, ഓരോ റെസൊല്യൂഷൻസ് പാസ്സാക്കുന്നത് നമ്മൾ ROC എന്ന് പറഞ്ഞാൽ രജിസ്ട്രാർ ഓഫ് കമ്പനി, ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ കൊച്ചിയിലാണ്. അപ്പം അവിടെ നമ്മൾ ഫയൽ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ അതിന് നിയമപ്രാബല്യം വന്നു. അവിടെ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ കമ്പനിയുടെ പേപ്പറായി, ഔദ്യോഗികമായി കമ്പനിയുടെ പേപ്പറായി. നാളെ ഒരു കേസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ കോപ്പി എടുത്താൽ കൊടുത്താൽ മതി. ഓക്കെ. അപ്പം നമ്മൾ പ്രോപ്പർട്ടി വാങ്ങിച്ചതോ കൊടുത്തതോ അത് കൊടുത്തതോ ഇത് കൊടുത്തതായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇത് വാങ്ങിച്ചാൽ കൊടുത്താൽ മതി. അപ്പം നമുക്ക് ഒരാളെ വേണേൽ മാറ്റാം, പുതിയ ആളെ വെച്ചാൽ ഒരു കമ്പനി രജിസ്റ്റർ ചെയ്ത് കൊടുക്കണമെങ്കിൽ, പ്രോപ്പർട്ടി രജിസ്റ്റർ ചെയ്ത് കൊടുക്കണമെങ്കിൽ, എന്തിനു വേണമെങ്കിലും നമുക്കിത് മാറ്റാനായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ കമ്പനിയുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് വളരെ പ്രോപ്പറായിട്ട് നമുക്ക് ഇത് ചെയ്യണം. നമുക്ക് ഇൻറ്റേർണൽ ഓഡിറ്ററും അതുപോലെ തന്നെ ടാക്സ് ഓഡിറ്ററും രണ്ടും. നമുക്ക് അകത്തുള്ള ആൾക്കാർ അക്കൗണ്ട്സ് നോക്കി ഓഡിറ്റ് ചെയ്യുന്ന ആൾക്കാർ കാണും. അത് നമുക്ക് അറിവിന് വേണ്ടിയിട്ടാണ്, നമ്മൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ്. ടാക്സ് ഓഡിറ്റർ എന്ന് പറയുന്നത്, അതായത് ചാർട്ടേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഗവൺമെൻറ്റിൻ്റെ ആളാണ്. അവർക്ക് സർട്ടിഫിക്കറ്റ് കൊടുത്തേക്കുന്നത്, ക്വാളിഫിക്കേഷൻ കൊടുത്തേക്കുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയാണ്. ഗവൺമെൻറ്റിന് വേണ്ടിയിട്ട് ഫീസ് വാങ്ങിക്കും നമ്മുടെ കയ്യിൽ നിന്ന്, പക്ഷേ ഗവൺമെൻറ്റിന് വേണ്ടിയിട്ട് അത് ഓഡിറ്റ് ചെയ്ത് നോക്കി ഒരു മിസ്റ്റേക്കും ഇല്ല. മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അവർ സമാധാനം പറയണം, ശിക്ഷ വരും.
അപ്പം ഒരു മിസ്റ്റേക്കും ഇല്ലാന്ന് ഉറപ്പ് വരുത്തി അത് ഓക്കെ ആക്കി നമുക്ക് സർട്ടിഫൈ ചെയ്ത് തരും. അത് എന്നിട്ട് അവർ കമ്പനി ലോ ബോർഡിൻ്റെ മിനിസ്ട്രി ഓഫ് കമ്പനി അഫയേഴ്സിൻ്റെ സൈറ്റിൽ കൊണ്ടുവന്ന് അവർ ഇത് ഇടും. അപ്പോൾ ആർക്ക് വേണേൽ എടുത്ത് നോക്കാം. അപ്പോൾ അത് ആക്കി തരുന്നതിനുള്ള ഗവൺമെൻറ് നിയമിച്ചിട്ടുള്ള ഗവൺമെൻറ് ഡോക്ടർ എന്നൊക്കെ പറയത്തില്ലേ എന്ന് പറഞ്ഞ പോലെ ഗവൺമെൻറ് നിയമിച്ചിട്ടുള്ള ആൾ തന്നെയാണ് ചാർട്ടേഡ് എന്ന് പറയുമ്പോൾ പാർലമെൻറ്റ് നിയമിച്ചിട്ടുള്ളതാണ്. ആ ആളാണ് ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്. ഓക്കെ. കമ്പനി സെക്രട്ടറി അതുപോലെ തന്നെയാണ്, അവർക്കും പ്രൊഫഷണൽ ഇതുണ്ട്. ആ ക്വാളിഫിക്കേഷൻ കഴിഞ്ഞ ആൾക്കാരാണ്. നമ്മുടെ കയ്യിൽ നിന്ന് ഫീസ് വാങ്ങിച്ചതെല്ലാം നമ്മളെ പഠിപ്പിച്ച് തരിക. ഒരാൾ നിങ്ങളുമായിട്ട് ചേരുന്നില്ല, നിങ്ങൾക്ക് വേറെ ആളെ എടുക്കാം, യാതൊരു പ്രശ്നമില്ല. അതല്ലെങ്കിൽ വേറെ ആളെ എടുക്കാം. ഈ കമ്പനി സെക്രട്ടറി നമുക്ക് വേറെ ആളെ എടുക്കാം. അതുപോലെ തന്നെ നമുക്ക് ഈ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റിനെ നമ്മൾ എത്ര വർഷത്തേക്കാണ് അപ്പോയിൻമെൻറ്റ് കൊടുക്കുന്നത്, അത് കഴിഞ്ഞ് അയാളെ മാറ്റണമെന്നുണ്ടെങ്കിൽ അയാളുടെ കൺസെൻറ്റ് വാങ്ങിക്കണം. നമ്മളെന്തെങ്കിലും മിസ്അപ്രോപ്രിയേഷൻ കാണിക്കുമ്പം അയാൾ കയറി ഉടക്കിയെന്ന് പറഞ്ഞ് അയാളെ എടുത്ത് മാറ്റാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് അയാളുടെ കൺസെൻറ്റ് കൂടെ, അപ്പോൾ നമ്മൾ ഉടക്കാതെ നിന്ന് അയാളുടെ കാലാവധി തീർന്നു കഴിഞ്ഞാൽ നമുക്ക് മാറ്റാൻ പറ്റുള്ളൂ. അത് തീർന്നു കഴിഞ്ഞ് നമുക്ക് സഹായമില്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്ന ആളിലേക്ക് നമുക്ക് മാറ്റാം. ഇപ്പോൾ എനിക്ക് തന്നെ ഞാൻ പലപ്പോഴും എൻ്റെ കമ്പനി സെക്രട്ടറിയെ മാറ്റിയിട്ടുണ്ട്. പലപ്പോഴും വിളിച്ചാൽ കിട്ടില്ല, തിരക്കിലായിരിക്കും. അപ്പോൾ പല കാര്യത്തിലും എനിക്ക് ഡിസ്കഷന് കിട്ടില്ല. ഇങ്ങനെയൊക്കെയുള്ള ആവശ്യം വരുമ്പോഴത്തേക്കാണ് എനിക്ക് അതിനൊക്കെ സൗകര്യം കിട്ടുന്ന ആളെ. കാരണം അവർ വലിയ തിരക്കായി പോകുന്നതുകൊണ്ടാണ് കുറച്ചുകൂടെ എനിക്ക് നേരിട്ട് ചർച്ച ചെയ്യാനായിട്ട് കിട്ടുന്ന ആൾക്കാരെ നോക്കിയിട്ട്. അപ്പോൾ നമുക്ക് പല കമ്പനികളുള്ളതുകൊണ്ട് പല കമ്പനിയായിട്ട് അപ്പോൾ ഓരോരോ ചാർട്ടേഡ് അക്കൗണ്ടിനെ മാറ്റി വെച്ചേക്കുന്ന ഒരാളല്ലേ വേറൊരാളോട് സംസാരിക്കാൻ പറ്റണം നമുക്ക് കാര്യം കിട്ടാനായിട്ട്. എല്ലാം കൂടെ ഒരിടത്ത് കോൺസെൻട്രേറ്റ് ചെയ്യുന്നതിന് പകരം അവർ കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷമാണ്. അപ്പം നമുക്ക് രജിസ്റ്റേർഡ് ഓഫീസ് വേണം, അഡ്രസ്സ്, നമ്മളെ കമ്പനിയുടെ അഡ്രസ്സ് നമ്മൾ ROC രജിസ്റ്റേർഡ് കമ്പനിയുടെ രജിസ്ട്രാർ എടുത്ത് നമ്മൾ കൃത്യമായിട്ട് കൊടുക്കണം. പിന്നെ മെമ്പേഴ്സിൻ്റെ ആരൊക്കെയാണ് നമുക്ക് ഷെയർ ഹോൾഡേഴ്സ്, ഇപ്പോൾ ഡിബെഞ്ചർ ഹോൾഡേഴ്സ് ഉണ്ട്, അവരുടെ എല്ലാ ലിസ്റ്റ് നമ്മൾ സൂക്ഷിക്കണം. ആനുവൽ ജനറൽ ബോഡി AGM എന്നാണ് നമ്മൾ ചുരുക്കപ്പേര് പറയുന്നത്. അത് എങ്ങനെയാണ് നടത്തുന്നത്, എവിടെ വെച്ചാണ് കാര്യങ്ങൾ നടന്നോ. പിന്നെ കംപ്ലൈ വിത്ത് ദ പ്രൊവിഷൻസ് റിഗാർഡിംഗ് ദ അപ്പോയിൻമെൻറ്റ് ഓഫ് ദി മാനേജിംഗ് ഡയറക്ടർ ഓർ ദ CEO, അത് നമ്മൾ വേണ്ട വിധത്തിലാണോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഫയൽ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്, പെയ്ഡ് ഓഫ് ക്യാപിറ്റൽ എങ്ങനെയാണ്, ഇതെല്ലാം നമ്മൾ ROC കൃത്യമായിട്ട് അറിയിച്ചിരിക്കണം. പിന്നെ ഒരു വിമൺ ഡയറക്ടർ ഒരു സർട്ടൻ എമൗണ്ടിന് മുകളിൽ നമുക്ക് ഷെയർ ക്യാപിറ്റലുള്ള കമ്പനിക്ക് ഒരു വിമൺ ഡയറക്ടർ മസ്റ്റാണ്. ഓക്കെ. അതുപോലെ തന്നെ ഇപ്പോഴത്തെ പുതിയൊരു ഇത് വന്നേക്കുന്നത്, ഒരു ക്യാപിറ്റലിന് മുകളിൽ വരുന്നവർക്ക് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി പ്രോഫിറ്റിൻ്റെ ഇത്ര ശതമാനം നമ്മൾ കൊടുക്കണം. ഇനി നമ്മൾ ഈ പ്രൊവിഷൻസ് എല്ലാം നോക്കിയിട്ട് വേണം നമ്മൾ ഓഡിറ്ററെ അപ്പോയിൻറ്റ് ചെയ്യാനായിട്ട്. നമ്മളത് ഒരിക്കൽ അപ്പോയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് പാലിക്കാൻ നമ്മൾ നിർബന്ധിതമാണ്. അടുത്ത ദിവസം നമുക്കെടുത്ത് മാറ്റാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ഓഡിറ്റേഴ്സിൻ്റെ റെസിഗ്നേഷൻ വന്നിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ROCക്ക് നമ്മൾ ഫയൽ ചെയ്യണം. പിന്നെ നമുക്ക് ചില കേസിൽ നമുക്ക് ഈ കോസ്റ്റ് അക്കൗണ്ടൻറ്റ് വേറൊരു ഇതാണ്, ICAA പഠിച്ച ആൾക്കാരാണ്. ചില കേസിനകത്ത് നമുക്ക് ചില കണക്കുകൂട്ടലുകൾ നമുക്ക് മാനേജ്മെൻറ്റിന് സഹായമായിട്ട് എടുക്കുന്നത് വലിയ പ്രോപ്പർട്ടിയൊക്കെ ആണെങ്കിൽ ഈ ഓരോ ദിവസത്തിൻ്റെ കണക്കൂട്ടിയെടുക്കാനുള്ള ഫോർമുല അവർക്കേ ഉള്ളൂ, ചാർട്ടേഡ് അക്കൗണ്ടൻറ്റിന് ഇല്ല. അപ്പോൾ അത് നമുക്ക് കോസ്റ്റ് അക്കൗണ്ടൻ്റെ ഹെൽപ്പ് വേണമെങ്കിൽ അവരെ നമുക്ക് എടുക്കണം. പ്രോപ്പർട്ടിയുടെയൊക്കെ ആണെങ്കിൽ മസ്റ്റായിട്ട് വേണം. പിന്നെ നമുക്ക് അതുപോലെ തന്നെ പ്രോപ്പർ റെക്കോർഡ്, കമ്പനിയായിട്ട് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തേക്കുന്നതിന് പ്രോപ്പർ റെക്കോർഡ്സ് വേണം. നമുക്കൊരു ഇൻറ്റേർണൽ കംപ്ലയിൻസ് കമ്മിറ്റിയോ ഒക്കെ വേണം. അതുപോലെ തന്നെ നമ്മൾ കുറച്ച് കമ്പനി ഇച്ചിരി വലുതായി കഴിയുമ്പം വിമൻ എംപ്ലോയീസ് ഒക്കെ ഉണ്ടെങ്കിൽ, സെക്ഷൽ ഹരാസ്മെൻറ്റ് ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നമുക്ക് കംപ്ലയിൻറ്റ് സ്വീകരിക്കാൻ വേണ്ടിയിട്ടുള്ള അതോറിറ്റി അത് നിയമിക്കണം. പിന്നെ നമുക്ക് അതുപോലെ തന്നെ നമ്മൾ ഷെയർ സബ്സ്ക്രിപ്ഷൻ മണി സ്വീകരിച്ച 60 ദിവസത്തിനകത്ത് നമ്മൾ ഷെയർ ഇഷ്യൂ ചെയ്യണമെന്നാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് കംപ്ലൈ വിത്ത് ദ പ്രൊവിഷൻസ് ഓഫ് പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് ഓഫ് ഷെയർസ് കൊടുക്കേണ്ട ആൾക്കാർക്ക് കൃത്യമായിട്ട് കൊടുത്തിരിക്കണം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ആദ്യം നമ്മൾ ഷെയർ വിൽക്കാനായിട്ട് ആഗ്രഹം ഉണ്ടെങ്കിൽ ആദ്യം മറ്റുള്ള എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിനോട് ചോദിച്ചിട്ട് വേണം കൊടുക്കാനായിട്ട്. പിന്നെ ബൈബാക്ക് ഷെയർസ് ഉണ്ടെങ്കിൽ നമ്മൾ അത് കൃത്യമായിട്ട് അറിയിച്ചിരിക്കണം. പിന്നെ ഷെയർ ട്രാൻസ്ഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ റൂളുകൾ നമ്മൾ പാലിച്ചിരിക്കണം. പിന്നെ നമുക്ക് ഷെയർ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുവാണെങ്കിൽ വിത്തിൻ 2 months ഓഫ് അലോട്ട്മെൻറ്റ് നമ്മൾ ഷെയർ സർട്ടിഫിക്കറ്റ് കൊടുക്കണം. അത് വെച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ മെമ്പേഴ്സിൻ്റെ അഥവാ ഷെയർ ഹോൾഡേഴ്സിൻ്റെ രജിസ്റ്റർ എപ്പോഴും അപ് ടു ഡേറ്റ് ആയിരിക്കണം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഡിജിറ്റലൈസ്ഡ് ഫോർമാറ്റിൽ
നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ, അപ്പോൾ ഈ പബ്ലിക് ലിമിറ്റഡ് കമ്പനി ആയിക്കഴിഞ്ഞാൽ, അതായത് നമ്മൾ 200 പേര് വരെയുള്ള ആൾക്കാരെ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയിൽ പറ്റുള്ളൂ. അപ്പം അത് ഈ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ നിശ്ചയിക്കുന്ന ആൾക്കാർക്ക് മാത്രമേ ഷെയർ നമ്മൾ കൊടുക്കത്തുള്ളൂ, പുറത്താർക്കും കൊടുക്കത്തില്ല. പബ്ലിക്കിൽ നിന്നും ആരിൽ നിന്നും നമുക്ക് പിന്നെ ഫണ്ട് വാങ്ങിക്കാനുള്ള അവകാശം വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ പബ്ലിക് ഇഷ്യൂ കൊടുക്കണം, IPO. അതിന് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ കൊണ്ടുപോയി നമ്മുടെ ഇതെല്ലാം കൊടുത്ത് ഒരു 3-4 വർഷത്തെ നമ്മുടെ പ്രോഫിറ്റും എല്ലാം കാണിച്ച് ബോധ്യപ്പെടുത്തിയിട്ട് നമ്മൾ ഇത് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ബാങ്കുകൾ നമ്മുടെ ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാനും ഏറ്റെടുക്കാനും ബൈ ചെയ്യാനും ആൾക്കാരുണ്ടാവും, എല്ലാ കമ്പനികൾക്കും ഉണ്ടാവും. അപ്പോൾ അങ്ങനെ നമ്മൾ ഇത് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് 10-20-50 കോടി രൂപ നമുക്ക് അതിൽ നിന്ന് പിന്നെ നമ്മൾ നേടിക്കഴിയുമ്പോൾ, ഇതൊരു വലിയൊരു ടെക്നിക്കാണ് ഈ ഫണ്ട് ലിവറേജ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, പിന്നെ ഇദ്ദേഹം നമ്മുടെ മിസ്റ്റർ കൊച്ചൗസേപ്പ് ചിത്തിലപ്പള്ളി പറഞ്ഞൊരു കാര്യമുണ്ട്. അദ്ദേഹത്തിനൊരു 65 കോടി രൂപയുടെ പ്രൊഡക്ഷന് വേണ്ടി ആവശ്യമുണ്ടായിരുന്നു. അപ്പം അദ്ദേഹം അത് പറഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹത്തിൻ്റെ ഫൈനാൻഷ്യൽ മാനേജരും ബാങ്കും എല്ലാവരും അഡ്വൈസ് ചെയ്തു, നമുക്കത് ലോൺ എടുത്താൽ മതി, 65 കോടിയല്ലേ, ബാങ്ക് തരാൻ റെഡിയാണ്. ബാങ്ക് റെഡിയായിട്ട് പറഞ്ഞു. അപ്പോൾ പുള്ളി വളരെ നിർബന്ധമായിട്ട്, കാരണം എവിടെയോ പുള്ളി ട്രെയിനിങ്ങിന് പോയപ്പം പറഞ്ഞു, എപ്പോഴും നമുക്ക് പുറത്തുനിന്ന് ആൾക്കാർ വരണമെങ്കിലേ കമ്പനി വളരുകയുള്ളൂ, ഷെയർ പുറത്ത് വിൽക്കണം എന്ന് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് പുള്ളി അത് കഴിച്ച് പബ്ലിക് ഇഷ്യൂവിന് പോയി മുംബൈ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തു. അപ്പം ആദ്യത്തെ റൗണ്ടിൽ തന്നെ പുള്ളിക്ക് 65 കോടി കിട്ടി. 65 കോടി ഫണ്ട് കിട്ടി കഴിഞ്ഞപ്പോഴത്തേക്ക് ഷെയർ വാങ്ങിച്ച ആൾക്കാർ വെസ്റ്റ് ബംഗാളിൽ നിന്നും ഉത്തരാഞ്ചലിൽ നിന്നും ഡൽഹിയിൽ നിന്നും രാജസ്ഥാനിൽ നിന്നും ഗുജറാത്തിൽ നിന്നൊക്കെ ഉള്ളവർ ഷെയർ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം ചില ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒന്നിച്ച് ഷെയർ വാങ്ങിച്ചവരുമുണ്ട്. അപ്പം അവർ കണക്കുകൾ ചോദിക്കാൻ തുടങ്ങി. കുറേ നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും അവർ ചോദിച്ചു, നിങ്ങളെന്തിനാണ് കേരളത്തിൽ തന്നെ ഇത് ഉണ്ടാക്കുന്നത്? നിങ്ങൾക്ക് അവിടെ സൗകര്യമില്ല, അവിടെ ജോലിക്കാരുണ്ടല്ലോ, നമ്മൾ ഇവിടെ ഉണ്ടാക്കിയിട്ട് എന്തിനാണ് അങ്ങോട്ട് കൊണ്ടിരുന്നത്, നമുക്ക് അവിടെ ഉണ്ടാക്കിക്കൂടെ? അപ്പോൾ അവർ ഓരോ ഡയറക്ഷൻസ്, അത് ചെയ്തുകൂടെ, ഇത് ചെയ്തുകൂടെ. അപ്പോൾ പുള്ളി വിചാരിച്ചു, ഇടാ ഞാനിപ്പം ഇത്രയൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം അവർ പറയുന്നതൊക്കെ കേൾക്കണമല്ലോ, എന്തായാലും അവർ പറയുന്ന കേട്ടേക്കാം എന്ന് വിചാരിച്ചു പുള്ളി അതിന് വേണ്ടി തയ്യാറായി അവിടെ എല്ലാം തുടങ്ങി. അപ്പോൾ അവർക്ക് പൈസ മുടക്കിക്കൊണ്ട് അവർക്ക് വലിയ താല്പര്യം വന്നത് നടത്തിക്കൊണ്ട് പോകാനായിട്ട്, അല്ലെങ്കിൽ ഇതിന് നടത്തിപ്പിന് വേണ്ടിയിട്ട്. അങ്ങനെ ഇവർ 65 കോടി പുള്ളി എടുത്തതിന് പകരമായിട്ട് അവരിലേക്ക് പോയത്, അവർക്ക് ആ ഷെയർ കയറി വളർന്നിട്ട് 4500 കോടിയായി ഇതിൻ്റെ വാല്യൂ മൊത്തം. പക്ഷേ അപ്പോൾ പുള്ളി വിചാരിച്ചത് ഇത്രയും പൈസ അവർക്ക് 4500 കോടി രൂപ അവർക്കെല്ലാം കിട്ടിയല്ലോ, ആ ഷെയറിൻ്റെ വാല്യൂ. പക്ഷേ പുള്ളി പറയുന്നത് അവർക്കങ്ങനെ 4500 കോടി രൂപ ആയപ്പം ഇദ്ദേഹത്തിന് ഇവിടെ 8,500 കോടി അദ്ദേഹത്തിന് വളർന്നു. കുറച്ച് ഫണ്ടല്ലേ അവരിൽ നിന്ന് എടുത്തോളൂ, ബാക്കി ഫണ്ട് അങ്ങോട്ട് കയറി അവരെല്ലാം കൂടി കമ്പനി അങ്ങ് വളർത്തി. ഇനി ഇദ്ദേഹം 65 കോടി രൂപ ലോൺ എടുത്തിരുന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ കമ്പനി ഇന്നും 110-120 കോടിക്കകത്ത് നിൽക്കുമായിരുന്നു. അപ്പം മറ്റുള്ളവർ ഇൻവോൾവ് ചെയ്ത് കമ്പനിയുടെ സാധ്യതകൾ വളർത്തുകയും, അപ്പോൾ ക്യാപിറ്റൽ ലിവറേജ് ചെയ്യാൻ പറ്റുന്നത് നമ്മളെപ്പോഴും ഫണ്ട് എടുക്കുമ്പോഴാണ്. അപ്പോൾ പുള്ളി ഒരിക്കൽ നമ്മുടെ മീറ്റിങ്ങിൽ വന്നു, നമ്മുടെ മീറ്റിങ്ങിൽ വന്നപ്പോൾ ഈ വിഷയം സംസാരിക്കുകയുണ്ടായി. അപ്പോൾ നമ്മൾ എന്താ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് എപ്പോഴും ഇതൊരു അപ്പം നമ്മൾ സെബിയിൽ, സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ, അതിൽ പോയി നമ്മൾ IPO എടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് IPO റെഡി ആയിരിക്കുവാണെങ്കിൽ എൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി. കാരണം ഞാൻ മുംബൈയിലൊക്കെയുള്ള എൻ്റെ ബന്ധങ്ങളിൽ തന്നെ ഞാൻ ഏറ്റവും നല്ല കൃത്യമായിട്ട് IPO ചെയ്തു തരുന്ന ആൾക്കാരുണ്ട്. അവരതിൻ്റെ സ്ഥിരം ചെയ്യുന്ന എന്നും ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. പക്ഷേ ഇവിടെ പലപ്പോഴും വരുമ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് രീതിയിലുള്ള കണക്കുകളൊന്നും ശരിയാക്കിയിട്ടുള്ള കമ്പനികളായിരിക്കത്തില്ല. അപ്പം 1-2 വർഷം അവരുടെ ഓഡിറ്റേഴ്സ് നമ്മുടെ കൂടെ ഇരുന്ന് വർക്ക് ചെയ്തായിരിക്കണം നമ്മൾ അതിന് വേണ്ടിയിട്ട് ഗ്രൂം ചെയ്ത് IPO എടുക്കുന്നത്. നമുക്ക് 10-15-20 കോടിയുടെ ആയാൽ പോലും നമുക്ക് IPO എടുക്കാം, ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. അപ്പം നമ്മുടെ ഈ പ്രത്യേകിച്ച് BMS 6 നമ്മൾ IPO ഉൾപ്പെടെ തന്നെയല്ല ഈ അക്കൗണ്ടിങ്ങും സിസ്റ്റം ഇത് ചെയ്യുന്നത്, നമ്മൾ എങ്ങനെ വരണം, എങ്ങനെ ഫണ്ട് എടുത്തിട്ട് ലിവറേജ് ചെയ്ത് കയറുന്നത് എന്നുള്ളത് നമുക്ക് നല്ലതുപോലെ പഠിക്കുന്നുണ്ട്. അപ്പോൾ 4 days അത് ബാക്ക്ഗ്രൗണ്ടായിട്ട് നിങ്ങൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് യൂട്യൂബിൽ കിട്ടും. അല്ലെങ്കിൽ പിന്നെ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ BMS 6 വേണ്ടി വളരെ നേരത്തെ രജിസ്റ്റർ ചെയ്യുവാണെങ്കിൽ ഇതെല്ലാം നമ്മൾ തന്നെ തരാം. അതിലിരുന്ന് പഠിച്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും നല്ലപോലെ പഠിക്കണം. അത് കഴിഞ്ഞ് മണി ലിവറേജിങ് എങ്ങനെയാണെന്ന് പഠിച്ചിട്ട് ഫണ്ട് എടുക്കുന്ന 100-ലധികം. അപ്പോൾ ഈ IPO മാത്രമല്ല, വേറെ ഒരുപാട് രസകരമായ ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. ഇവിടെ ആരും ചെയ്യുന്നില്ലാത്ത മെത്തേഡ്സ് ഉണ്ട്, അമേരിക്ക മാത്രം ചെയ്യുന്നു. പക്ഷേ ഇവിടെ ഈസിയായിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. അതുകൂടാതെ നമ്മൾ ഫണ്ട് എടുത്താൽ മാത്രം പോരല്ലോ, നമുക്ക് വിവിധ രീതിയിൽ റവന്യൂ വരണ്ടേ.
അപ്പോൾ റവന്യൂ വരുത്തിക്കാനായിട്ടൊരു 10-200 മെത്തേഡ്സും കൂടെ സാധാരണ അതും നമ്മുടെ ഇവിടുത്തെ കമ്പനികൾ ചെയ്യുന്ന ആയിരിക്കത്തില്ല. അപ്പോൾ ഇതെല്ലാം കൂടെ അടങ്ങി നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വളരെ ഈസി ആയിട്ട് സിമ്പിളായിട്ട് പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. പലപ്പോഴും ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് അതിനകത്ത് വന്നാൽ അവർക്കും പഠിക്കാൻ ഒരുപാട് കാണും. അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ ചിലപ്പം ഒരു 40% കാര്യങ്ങൾ അവർക്ക് അറിയാവുന്നതായിരിക്കും, പക്ഷേ 60% കാര്യങ്ങൾ അവർക്ക് അറിയത്തില്ലാത്തതാണ്. അപ്പോൾ അതുൾപ്പെടെ അപ്പോൾ നേരത്തെ ഉള്ള ക്ലാസ്സിലൊക്കെ ചാർട്ടേഡ് അക്കൗണ്ടൻസ് വന്ന് അറ്റൻഡ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പം അവരെൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഈ കാര്യം വളരെ ഫ്രഷാണ്, വളരെ വാല്യുബിളാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമ്മൾ പഠിച്ചിരുന്നു കഴിഞ്ഞാൽ നമ്മൾ അല്ലാതെ ഒരു ഫണ്ടിങ് പ്രൊഫഷണൽസിൻ്റെ അടുത്ത് നമ്മളിപ്പം പോവുകയാണെങ്കിൽ, ഇപ്പോൾ ദുബൈയിലുള്ള കമ്പനിയാണ്, ഇല്ലെങ്കിൽ നമുക്ക് പിന്നെ സൗദി അറേബ്യയിലുള്ള കമ്പനി, അവിടെ നിന്ന് തന്നെ ഫണ്ടിങ് പ്രൊഫഷണൽസിൻ്റെ അടുത്ത് പോകണം, നമുക്ക് 1-2 മെത്തേഡേ പറയുള്ളൂ. അതല്ല നമ്മൾ ഈ 100+ മെത്തേഡ് പറഞ്ഞു തരുവാണെങ്കിൽ ലോകത്തിലുള്ള എല്ലാ മെത്തേഡ്സും നമുക്കറിയാം. അതിന് പ്രത്യേകമായിട്ട് തരുന്ന ബുക്ക് എന്നും നിങ്ങളുടെ അലമാരിക്കകത്തുണ്ട്. ആവശ്യം വരുമ്പോൾ എടുത്ത് 92ാമത്തെ മെത്തേഡ്, ഇല്ല 67ാമത്തെ മെത്തേഡ്, 37ാമത്തെ മെത്തേഡ്, 16ാമത്തെ മെത്തേഡ്, ആ മെത്തേഡ് നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് എടുത്ത് നോക്കി ഇതിന്നതുപോലെ ചെയ്യാനായിട്ട് നമ്മൾ അതിൻ്റെ പ്രൊഫഷണൽസിൻ്റെ അടുത്ത് പറഞ്ഞാൽ വളരെ എളുപ്പമാണ്. നമ്മൾ കാര്യം പഠിച്ചിട്ടുമുണ്ട്, വളരെ സിമ്പിളാണ്. പിന്നെ അത് ചെയ്തു വരുന്ന കൂട്ടത്തിൽ നമുക്ക് റവന്യൂ വർദ്ധിപ്പിക്കാനായിട്ട് ഒരു 10-200 മെത്തേഡും കൂടെ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടതുണ്ട്. ആ 200 പോകേണ്ട കാര്യമില്ല. ഞാൻ പറഞ്ഞത് ഈ 100+ മെത്തേഡ് നമ്മൾ പഠിക്കുന്നുണ്ട്. എന്ത് നമ്മൾ ഈ ഫണ്ട് എടുക്കാനായിട്ടുള്ള പലയിടത്തുനിന്ന് ഫണ്ട്, ഇതെല്ലാം ലീഗലി പെർമിസിബിൾ ആയിട്ടുള്ള സത്യസന്ധമായിട്ടുള്ള, ഞാൻ ഇടപെടുന്ന എല്ലാ കേസിനകത്തും ഈ സത്യസന്ധമായിട്ടുള്ള ലീഗലി നമുക്ക് അവകാശമുള്ളത് മാത്രമേ ആർക്ക് നമ്മളെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റിയ രീതി ഞാൻ ചെയ്യത്തില്ല. എല്ലാം വളരെ വ്യക്തമായിട്ട് ഗുഡ് മണി മാത്രമേ ചെയ്യത്തുള്ളൂ. അത് കഴിഞ്ഞ് നമുക്ക് ഫണ്ട് വർദ്ധിപ്പിക്കണ്ടേ, അപ്പോൾ അതിനൊരു 10-200 മെത്തേഡും കൂടെ നമ്മൾ പഠിച്ചു കഴിയുമ്പോഴത്തേക്കും വളരെ എളുപ്പമായി ഫണ്ടും വന്നു. ഉടനെ തന്നെ നമുക്കിത് വർധനയ്ക്കുള്ള വഴിയും കൂടെ നമുക്ക് വന്നു. അപ്പോൾ നമുക്ക് പിന്നെ ഈസി ആയിട്ട് അങ്ങ് പറക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിനു വേണ്ടിയിട്ട് ഒരു സംവിധാനം ഉണ്ടാക്കി വെക്കണം. അപ്പോൾ അവിടെ നമുക്ക് ഇപ്പോൾ ഈ ചിലതിന് നമുക്ക് കമ്പനി നന്നായിട്ട് പ്രവർത്തിക്കുന്നില്ല, റിഡക്ഷൻ ഓഫ് ക്യാപിറ്റൽ വേണ്ടി വരും. അതാണെങ്കിൽ എന്താണ്, നമുക്ക് അതിന് വേണ്ടിയിട്ട് ഡയറക്ടേഴ്സുമായിട്ട് ആലോചിച്ച് നമ്മൾ പ്രത്യേകമായിട്ട് ഗവൺമെൻറ്റിൽ ഫയൽ ചെയ്യണം. ഇൻക്രീസ് ചെയ്യേണ്ട ആവശ്യം വരും. അപ്പോൾ നമുക്ക് പിന്നെ ചിലപ്പം മാക്സിമം ലിമിറ്റിലേക്ക് കൂട്ടേണ്ടതായിട്ട് വരും, അതിനും നമുക്ക് വേണ്ടി വരും. അപ്പോൾ അങ്ങനെ നമുക്ക് ഇത് കൂട്ടിയും കുറച്ചുമായിട്ട് ഒരുപാട് വർക്ക് നമുക്ക് വേണ്ടി വരും. ഇപ്പോൾ നമുക്ക് പിന്നെ ഒരു ഡയറക്ടർക്ക് ഇത്ര കാലം നമുക്കിത് പ്രവർത്തിക്കാം എന്നുള്ളതുണ്ട്. അതുപോലെ തന്നെ നമുക്ക് പിന്നെ ക്വാളിഫിക്കേഷൻസ്, ക്രൈറ്റീരിയ ഫോർ ഡയറക്ടേഴ്സ് ഉണ്ട്. ഡിന്ന് കമ്പൽസറി ആണ്. അപ്പോൾ ഡയറക്ടർ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ, ഓക്കെ. അപ്പോൾ ഈ നമ്മൾ ഒരു കമ്പനിക്കകത്ത് വൃത്തികേട് കാണിച്ചിട്ടുണ്ടെങ്കിൽ ഈ നമ്പർ നോക്കിയാൽ അറിയാം. എവിടെ പോയി കഴിഞ്ഞാലും കൃത്യമായിട്ട് അയാൾക്ക് ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റില്ല, കള്ളത്തരം കാണിച്ചുകൊണ്ട് പോകാൻ പറ്റില്ല. പിന്നെ ഒരു കോഡ് ഓഫ് കോണ്ടാക്റ്റ് ഫോർ ഡയറക്ടേഴ്സ് ഉണ്ട്, അത് വളരെ കൃത്യമായിട്ട് കിട്ടും. ഓഡിറ്റ് കമ്മിറ്റി, നോമിനേഷൻ ആൻഡ് റെമ്യൂണറേഷൻ, ഈ ഡീറ്റെയിൽസ് എല്ലാം നമുക്കതിൽ കിട്ടും. റെഗുലർ ട്രെയിനിങ്, ഓറിയൻറ്റേഷൻ, ഇതൊക്കെ നമുക്ക്, അപ്പോൾ കമ്പനി ലോയിൽ തന്നെ ഇതിനെക്കുറിച്ച് നമുക്ക് ഒരുപാട് ഇത് കിട്ടുന്നുണ്ട്. എനിക്ക് പരിചയമുള്ള ഒരു സെബിയുടെ ചെയർമാനുണ്ട്. എനിക്ക് എന്തെങ്കിലും പലപ്പോഴും സംശയം വരുമ്പോൾ, അദ്ദേഹം ഇപ്പോഴും ഒരു പ്രൈം മിനിസ്റ്ററുടെ ഒരു കമ്മിറ്റിയിലാണ് ഉള്ളത്. ഞാൻ പല കാര്യത്തിനും അദ്ദേഹത്തെ വിളിച്ച് അഡ്വൈസുകൾ ചോദിക്കാറുണ്ട്. അദ്ദേഹം തന്നെ കോർപ്പറേറ്റ് മാനേജ്മെൻറ്റിനെ കുറിച്ച് അദ്ദേഹം ക്ലാസ്സുകൾ എടുക്കും. വളരെ മുതിർന്ന ആളാണ്. കോർപ്പറേറ്റ് മാനേജ്മെൻറ്റിനെ കുറിച്ച് തന്നെ അദ്ദേഹം ക്ലാസ് എടുക്കുന്നതാണ്. അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്താൽ നമ്മുടെ കമ്പനികളെ വളരെ വലുതാക്കാനായിട്ടുള്ള, അദ്ദേഹം മാത്രമല്ല പലരും എടുക്കുന്നുണ്ട് ഇതുപോലെ. അപ്പം പിന്നെ വളരെ ഹയർ ലെവലിൽ എടുക്കുന്ന സംഭവങ്ങളുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഇത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്ന, കമ്പനികളെ വളർത്താൻ വേണ്ടി മാത്രം ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രൊഫഷണൽസ് ഉണ്ട്. അപ്പോൾ എനിക്കൊരു നേട്ടം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ ഒരു ലോയുടെ ഫീൽഡിലാണല്ലോ. അപ്പോൾ ഈ കോർപ്പറേറ്റ് ലോയേഴ്സ് ഞാനുമായിട്ട് ഒത്തിരി കണക്റ്റഡാണ്. അപ്പോൾ ഈ കോർപ്പറേറ്റ് ലോയേഴ്സുമായിട്ട് കണക്ട് ചെയ്ത് ഇത് ചെയ്യുന്നവരാരൊക്കെയാണെന്ന് ചോദിക്കുമ്പോൾ ഉടനെ തന്നെ ഇത് വരും. അപ്പം വളരെ പെട്ടെന്ന് പിന്നെ മഹാരാഷ്ട്രയിലുള്ള ലോ സ്കൂൾ, മുംബൈയിൽ തന്നെയുള്ള ലോ സ്കൂളുമായിട്ട് ഞാൻ വളരെ കണക്റ്റഡാണ്. അപ്പോൾ അവിടെ നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് പിടുത്തം കിട്ടും. അതുപോലെ തന്നെ നമുക്ക് നമ്മൾ ഇട്ട ഫണ്ട് എങ്ങനെ തിരിച്ചെടുക്കണം, അതിനും കൃത്യമായിട്ട് നമുക്ക് ആൻസർ വേണം. അത് നമുക്ക് കമ്പനി സെക്രട്ടറി അപ്പോൾ പറഞ്ഞു തരും. ഇട്ട ഫണ്ട് നമുക്കൊരു അത്യാവശ്യം വന്ന് നമുക്ക് തിരിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് അതിന് പ്രൊവിഷൻ, എങ്ങനെ കാശായിട്ട് എടുത്തുകൊണ്ട് പോകാൻ പറ്റത്തില്ല. ഇനി ഡയറക്ടേഴ്സ് എന്തൊക്കെ വെളിപ്പെടുത്തണം, എന്തൊക്കെ ഡിസ്ക്ലോഷർ നടത്തണം, പിന്നെ നമുക്ക് എത്രമാത്രം റെമ്യൂണറേഷൻ ആകാൻ പറ്റും, നമുക്ക് എന്തൊക്കെ പെർക്സ് എടുക്കാനായിട്ട് പറ്റും,
ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് എങ്ങനെ പോകണം, പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഒരു പ്രോപ്പർ ഫൈനാൻഷ്യൽ റെക്കോർഡ്സ് നമുക്ക് എങ്ങനെയൊക്കെ കീപ്പ് ചെയ്തുകൊണ്ട് പോകാനായിട്ട് പറ്റും. ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെ ആയിരിക്കണം, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എങ്ങനെ ആയിരിക്കണം, ഒരു മിസ്റ്റേക്കും ഇല്ലാതെ നിയമത്തിനകത്ത് നിർത്തിക്കൊണ്ട് തന്നെ റോബസ്റ്റ് ആയിട്ടുള്ള അക്കൗണ്ടിങ് സിസ്റ്റം വേണം, ഇൻറ്റേർണൽ കൺട്രോൾ വേണം, ആനുവൽ ഓഡിറ്റ് ആൻഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റായിട്ട് നമ്മൾ ഇറക്കിയിരിക്കണം. എല്ലാ മാർച്ച് 31 നമ്മൾ അക്കൗണ്ട് ക്ലോസ് ചെയ്ത് പോകണം. അപ്പോൾ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുന്നത്, അതിൻ്റെ ഡിസ്ട്രിബ്യൂഷന്, പിന്നെ ഒരു ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുന്ന പോളിസി നമുക്ക് കൃത്യമായിട്ട് വേണം. ഓഡിറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്, ആനുവൽ റിട്ടേൺസ്, ഇതൊക്കെ ROCക്ക് നമ്മൾ കറക്റ്റായിട്ട് കൊടുക്കണം. നമ്മൾ കൊടുക്കാനുള്ള ഇൻകം ടാക്സുകൾ കറക്റ്റായിട്ട് കൊടുക്കുക, GST കൊടുക്കുക, ആപ്ലിക്കബിൾ ടാക്സുകൾ കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ പേയ്മെൻറ്റ് നടത്തുമ്പോൾ TDS കട്ട് ചെയ്യാനുള്ളത് കൃത്യമായിട്ട് കട്ട് ചെയ്യാനുള്ള കൊടുക്കണം. പിന്നെ നമ്മൾ ഓരോ ഇതും പ്രൈസിങ് റെഗുലേഷൻസും ഇതെല്ലാം നമ്മൾ ട്രാക്ക് ചെയ്ത് പോകണം. പിന്നെ ഈ ടാക്സ് റിട്ടേൺസ് കറക്റ്റായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടോ, സ്റ്റിപ്പുലേറ്റ് ഡെഡ് ലൈൻസിനകത്ത്. നമുക്ക് ഈ ഡെഡ് ലൈൻസിനകത്തൊക്കെ പോവുകയാണെങ്കിൽ സാധാരണഗതിയിൽ ഇന്ത്യയിലുള്ള കമ്പനി, നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞു 3 ലക്ഷത്തോളം കമ്പനികൾ, ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് മുഴുവൻ ഉദ്യോഗസ്ഥർ ഇരുന്നിട്ട് തപ്പിപ്പറിക്കാലും കൊണ്ട് ഇത് തീരില്ല. അപ്പോൾ ഇത് എങ്ങനെയാണ് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, കമ്പനി പിന്നെ ഈ എല്ലാ കമ്പനികളിലും നടത്തുന്ന ട്രാൻസാക്ഷൻ അതാത് ബാങ്കിൻ്റെയും റിസർവ് ബാങ്കിൻ്റെയും ഇൻകം ടാക്സിൻ്റെയും ചേർന്നിട്ടായിട്ടുള്ള കമ്പ്യൂട്ടറുണ്ട്. അത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് റൺ ചെയ്യുന്നുണ്ട്. അവിടെ നമുക്ക് ഈ 2 ലക്ഷത്തിൽ കൂടുതൽ റെഗുലറായിട്ട് ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ വളരെ സസ്പീഷ്യസ് ആയിട്ടുള്ള ആൾക്കാർ അതിനെ അവർ നോട്ട് ചെയ്യും. 2 ലക്ഷത്തിൽ കൂടുതൽ റെഗുലറായിട്ട് ട്രാൻസാക്ഷൻ നടന്നുകൊണ്ടിരിക്കുക. പിന്നെ അതുകൂടാതെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ അതേ സെയിം കമ്പനി തന്നെ നമ്മൾ ഫയലിംഗ് താമസിക്കുക, കറക്റ്റായിട്ട് ഫയലിംഗ് നടക്കുന്നില്ല, ROCയിൽ ഫയലിംഗ് നടക്കുന്നില്ല, റിട്ടേൺസ് കറക്റ്റ് ഫയലിംഗ് നടക്കുന്നില്ല. അപ്പോൾ നമ്മുടെ ടാക്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പുറകിലാണ് കിടക്കുന്നത്, കറക്റ്റ് പേയ്മെൻറ്റ് വരുന്നില്ല. ഇങ്ങനെയുള്ള നമ്മളുടെ ഒരു 10-12 നോംസ് വെച്ചിട്ട് ഇതിനകത്ത് കളിപ്പിക്കപ്പെടുന്നവനെ കറക്റ്റായിട്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വെച്ചിട്ട് അവൻ തപ്പിയെടുത്തിട്ട് അവനെയാണ് സ്ക്രൂട്ടണിക്ക് വിളിക്കുന്നത്. സ്ക്രൂട്ടണിക്ക് വിളിക്കുമ്പോൾ ഓരോന്നും അവർ ചോദിച്ച് ഇനി തരാൻ പറ്റുന്നത് പോലെ ഒരു തരത്തില്ല എന്ന് പറഞ്ഞ് ആകെ തലവേദനയാവും. അപ്പം നമുക്ക് ഏറ്റവും നല്ലത് കമ്പനി നടത്തിക്കൊണ്ട് പോകുക കൃത്യമായിട്ട് ലോ അങ്ങ് നടത്തിക്കൊണ്ട് പോവുക. ഇന്ത്യയിൽ ബിസിനസ് ചെയ്യാനുള്ള സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെയാണ് ലോ എന്ന് പഠിച്ചു വെച്ചിട്ട് കൃത്യമായിട്ട് ആ ലോ എല്ലാം വളരെ കറക്റ്റായിട്ട്. അപ്പോൾ എംപ്ലോയീസിൻ്റെ അത് തന്നെയാണ്, നമ്മൾ കൃത്യമായിട്ട് ലോ അങ്ങ് നടത്തി പോവുകയാണെങ്കിൽ നമുക്ക് ഒരു പ്രശ്നവുമില്ല. ആർക്കും നമ്മൾ ചോദിക്കാൻ പറ്റരുത്, അതിന് കറക്റ്റായിട്ട് നമ്മൾ ചെയ്തിരിക്കണം. അപ്പോൾ അങ്ങനെ നമ്മളങ്ങ് ഒരു സംശയം, ഒരു പ്രയാസം ഉണ്ടാകുന്ന രീതിയിൽ ചെയ്യുവാണെങ്കിൽ നമ്മൾ ഒരിക്കലും സ്ക്രൂട്ടിനിക്കകത്ത് വരത്തില്ല, നമുക്കൊരു തർക്കവും വരത്തില്ല, ഒരു പ്രശ്നവും വരത്തില്ല, വളരെ സ്മൂത്തായിട്ട് പോയിക്കോളും. ബാങ്കിൽ പോകാനുള്ള ക്യാഷോ നമ്മൾ അടയ്ക്കാനുള്ളത് ഒരു ദിവസം പോലും താമസിക്കാതെ പോവുക. കടമൊക്കെ എടുത്തുകൊണ്ട് കൃത്യമായിട്ട് നമ്മൾ കൊടുത്തുകൊണ്ട് പോവുകയാണെങ്കിൽ ബാങ്കിൽ നമ്മുടെ ക്രെഡിറ്റ് സ്കോർ വളരെ കൂടുതൽ, എപ്പോൾ ചോദിച്ചാലും നമുക്ക് പൈസ റെഡി ആയിരിക്കും. അപ്പോൾ ഈ ഓപ്പറേഷൻസ് നടത്തുന്നത് ഭയങ്കര ഈസിയാണ്, ചോദിക്കുമ്പോൾ തന്നെ നമുക്ക് കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ് EGM എന്ന് പറയും, അത് നമ്മൾ നടത്തേണ്ട സമയങ്ങളുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് നടത്തിയിട്ടുണ്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഷെയറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം നമ്മൾ കൃത്യമാണ്. ഞാൻ പറഞ്ഞില്ല, കയ്യിൽ കാശ് വാങ്ങിക്കാനോ പേഴ്സണൽ അക്കൗണ്ടിൽ വരാൻ പാടില്ല, കമ്പനിയുടെ അക്കൗണ്ടിൽ നിന്ന് മാത്രമേ ഓപ്പറേഷൻ നടത്താവുള്ളൂ. ഡിബെഞ്ചറോ ബോണ്ടൊക്കെ ഇറക്കണം, അതെല്ലാം ഗവൺമെൻറ് പെർമിഷൻ വാങ്ങിച്ചിട്ട് അതനുസരിച്ചൊക്കെ ചെയ്താൽ മതി. നമുക്ക് എന്തും ചെയ്യാം, അതിൻ്റെതായ രീതിയിൽ നിയമം അനുസരിച്ച് നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. നമുക്കതുകൊണ്ടല്ലോ ഫണ്ട് എടുക്കാനായിട്ട് എത്ര വേണേലും നമുക്ക് ആൾക്കാരെ കൂടെ ചേർക്കാൻ പറ്റുമല്ലോ. അവരിൽ നിന്ന് ഒരിക്കൽ നമ്മളുടെ ഷെയർ ഹോൾഡർ ആണെങ്കിൽ അയാൾക്ക് വേണമെങ്കിൽ ലോൺ തരാം, അയാൾക്ക് ലോൺ തിരിച്ചെടുക്കുകയും ചെയ്യാം, അവരുടെ ഫണ്ട് നമുക്ക് ഉപയോഗിക്കാം. പിന്നെ അപ്പോൾ അങ്ങനെ നമുക്ക് ഈ ഒരു പാൻ വേണം. അപ്പോൾ അതുപോലെ തന്നെ ടാൻ എന്ന് പറയുമ്പോൾ ടാക്സ് ഡിഡക്ഷൻ. അപ്പോൾ ഈ ടാക്സ് കളക്ട് ചെയ്യുന്നതിന് ഉള്ള നമുക്കൊരു നമ്പറുണ്ട്, അപ്പോൾ ആ ഒരു നമ്പർ നമുക്ക് വേണം, ടാക്സ് അക്കൗണ്ട് നമ്പർ. അപ്പോൾ അത് നമുക്ക് വളരെ കൃത്യമായിട്ട് വേണം. അതുപോലെ അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് കൃത്യമായിട്ട് തന്നെ GST ഫയൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നെ എംപ്ലോയീസ് പ്രൊവിഡൻറ്റ് ഫണ്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ ESIക്കകത്ത് കൃത്യമായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നു. അതേപോലെ തന്നെ നമ്മൾ സെബിക്കകത്ത് വരുന്നതാണ്, ഫ്യൂച്ചറിൽ നിങ്ങളെല്ലാം സെബിക്കകത്ത് വരുന്നതായിട്ട് സ്വപ്നം കണ്ടുകൊണ്ട് മുന്നോട്ട് പോകും. അപ്പോൾ അതെല്ലാം നമ്മൾ കറക്റ്റ് കംപ്ലൈ ചെയ്ത് പോവുകയാണ്.
അതുപോലെ നമുക്ക് എന്തെങ്കിലും സസ്പീഷ്യസ് ആയിട്ടുള്ളൊരു ട്രാൻസാക്ഷൻ കണ്ടു കഴിഞ്ഞാൽ അത് ഫൈനാൻഷ്യൽ ഇൻ്റലിജൻസ് യൂണിറ്റ് FIU എന്ന് പറയും, നമുക്ക് അവർക്ക് റിപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്കതുപോലെ തന്നെ ഇൻവെസ്റ്റർ റെഗുലേഷൻസ് കൃത്യമായിട്ട് പാലിച്ചിരിക്കണം, ട്രാൻസ്പെറൻസി മെയിൻറ്റെയിൻ ചെയ്യണം, നമ്മൾ അപ്രോപ്രിയേറ്റ് കമ്മ്യൂണിക്കേഷൻ കറക്റ്റായിട്ട് നടത്തണം. പിന്നെ ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഗ്രീവൻസസ് ഉണ്ടെങ്കിൽ അതിന് കറക്റ്റായിട്ടുള്ളൊരു മെക്കാനിസം വരണം. പിന്നെ ഇൻവെസ്റ്റർ അവയർനെസ് പ്രോഗ്രാം കൂടെ നടത്തണം. പിന്നെ നമുക്കതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ഡിസ്ക്ലോഷേഴ്സ് കറക്റ്റായിട്ട് സെബിയായിട്ട് നടത്താനുണ്ടെങ്കിൽ അത് നമ്മൾ നടത്തണം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് പ്രോപ്പർ കോൺട്രാക്റ്റ് വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് ചെയ്യണം. പിന്നെ മെമ്മോറാണ്ടം ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനൊക്കെ നമ്മൾ അപ് ടു ഡേറ്റ് ആയിരിക്കണം. പിന്നെ അതെല്ലാം നമ്മൾ പിന്നെ റിലേറ്റഡ് പാർട്ടി അറിഞ്ഞിരിക്കണം, നമ്മുടെ നിയമത്തിനകത്തു നിന്നുകൊണ്ടായിരിക്കണം. പിന്നെ നമ്മൾ ആൾക്കാരെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്, റെമ്യൂണറേഷന്, ഓഡിറ്റേഴ്സ്, ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി കംപ്ലയൻസസ്, ഇതെല്ലാം നമ്മൾ ആ നിയമത്തിനകത്ത് നിർത്തിക്കൊണ്ട് ചെയ്യണം. പിന്നെ അതേപോലെ തന്നെ ഡേറ്റ പ്രൊട്ടക്ഷൻ, അതിപ്പോൾ പുതിയ കുറച്ചുകൂടെ കർശനമായി വരുവാണ്. പ്രൈവസി, സൈബർ ലോ, അതുപോലെ തന്നെ എൻവയറമെൻ്റൽ റെഗുലേഷൻസ് നമ്മൾ പാലിച്ചു പോവുക. സോഷ്യൽ റെസ്പോൺസിബിലിറ്റി CSR നമ്മൾ ചെയ്യേണ്ടത് അത് ചെയ്യുക. പിന്നെ നമ്മൾ ഡെവലപ്പ് ആൻഡ് ഇംപ്ലിമെൻറ്റ് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, അത് നമ്മൾ ആ പോളിസി വളരെ കൃത്യമായിട്ട്, പിന്നെ നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള ഫണ്ട് കറക്റ്റായിട്ട് നമ്മൾ അലോട്ട് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ ഏതായാലും ഒരു കമ്പനി നശിച്ചു പോവുകയാണെങ്കിൽ പോലും അതിന് ഇൻസോൾവൻസി പ്രൊവിഷനുണ്ട്, ബാങ്ക്രപ്സി ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇതൊക്കെ നോർമലി എല്ലാ രാജ്യങ്ങളിലും ഉള്ളതാണ്. നമ്മൾ അതിനെക്കുറിച്ച് ഓർത്ത് വിഷമിക്കേണ്ട കാര്യമില്ല. അവിടെ നമ്മൾ ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം. അവിടെ വീണ്ടും പോയി കള്ളത്തരം കാണിച്ചാലാണ് നമ്മൾ പേഴ്സണൽ റെസ്പോൺസിബിലിറ്റി വരുന്നത്. ഇനി ഈ കംപ്ലയൻസ് വിത്ത് ഫോറിൻ എക്സ്ചേഞ്ച് ലോസ്, അപ്പോൾ ഈ ഫെമ, അപ്പോൾ അതിനകത്തൊക്കെ നമ്മളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എത്ര ക്യാപിറ്റൽ വേണമെങ്കിലും ഇങ്ങോട്ട് കൊണ്ടുവരാനും അങ്ങോട്ട് കൊണ്ടുപോകാനും ഒക്കെ നമ്മൾ കൃത്യമായിട്ട് ചെയ്യുന്നതിന് യാതൊരു പ്രശ്നമില്ല. പക്ഷേ ഈ പണം ഒളിപ്പിക്കാനായിട്ടുള്ള പരിപാടി, ഇതൊക്കെ ചെയ്യാനായിട്ട് നമ്മൾ കൂട്ടു നിൽക്കാൻ പാടില്ല. അത് നമ്മുടെ കമ്പനി അതിൽ ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ, പിന്നെ കമ്പനിപരമായിട്ട് ഒരിക്കലും ഈ ബിറ്റ്കോയിനിൽ അങ്ങനെയുള്ള ക്രിപ്റ്റോ കറൻസിയിലൊന്നും കയറി തൊടാതിരിക്കുക നല്ലത്. അപ്പോൾ ഫോറിൻ എക്സ്ചേഞ്ച് റെഗുലേഷൻസ് ഒക്കെ വളരെ കൃത്യമായിട്ട് തന്നെ പാലിച്ചുകൊണ്ടിരിക്കുക. പിന്നെ നിങ്ങളുടെ ബാങ്ക് ഒത്തിരി സപ്പോർട്ട് ചെയ്യും, ബാങ്കുമായിട്ട്. പിന്നെ മർച്ചൻറ്റ് ബാങ്കിൻ്റെ ഒരുപാട് ഹെൽപ്പ് കിട്ടും. പിന്നെ നമുക്ക് ഈ എക്സ്പോർട്ടിന് വേണ്ടി സഹായിക്കുന്ന, അതിന് വേണ്ടി മാത്രമുള്ള ബാങ്കുണ്ട്, അവർ നമ്മളെ ഒരുപാട്, നിങ്ങൾ കുറച്ചുകൂടി വിശാലമായിട്ട് ചിന്തിക്കുമ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ, പ്രത്യേകിച്ച് BMS 8 വരുമ്പോൾ നമ്മൾ ഈ ഫോറിൻ ഓപ്പറേഷൻസാണ് അതിനകത്ത് പഠിപ്പിക്കുന്നത് മുഴുവനും. അപ്പോൾ അതിനകത്തൊക്കെ ചിലപ്പോൾ നിങ്ങൾ ഡീൽ ചെയ്യുന്ന സാധനങ്ങൾക്ക് എബ്രോഡ് ഒരുപാട് ചിലപ്പോൾ ഡിമാൻഡ് ഉള്ളതായിരിക്കും. ചിലപ്പോൾ അങ്ങോട്ട് നമുക്ക് ഇറങ്ങാനായിട്ടുള്ള ചെറിയ കാര്യങ്ങളെ കാണുകയുള്ളൂ, ഈസി ആയിട്ട് ചെയ്യാവുന്നതായിരിക്കും. അതിന് നിങ്ങളെ കണക്ട് ചെയ്യാനുള്ള കണക്ഷൻസൊക്കെ ഓൾറെഡി തന്നെ നമുക്ക് ലൈഫ് ലൈൻ തന്നെ ഉണ്ട്. പിന്നെ ഈ നമുക്ക് ഇൻഷുറൻസ് കവറേജ് എല്ലാത്തിനും വേണം. പിന്നെ ഇത് നമ്മൾ ലിക്വിഡേറ്റ് ചെയ്യേണ്ടതായിട്ട് വന്നാൽ പാലിക്കേണ്ട കാര്യങ്ങളുണ്ട്. പിന്നെ വൈൻഡപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പാലിക്കേണ്ട കാര്യങ്ങൾ, ആനുവൽ കംപ്ലയൻസസ്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളെല്ലാം. ഇതൊന്നും നമ്മൾ പേടിച്ച് പോകേണ്ട യാതൊരു കാര്യങ്ങളുമില്ല. ഇതെല്ലാം നമ്മൾ ആനുവൽ റിട്ടേൺസും എല്ലാം ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാവുന്നതാണ്. ഒരു കമ്പനിക്ക് ഇപ്പോൾ മുന്നോട്ട് പോകാൻ അതിൻ്റെ ഓപ്പറേഷൻ സക്സസ്ഫുൾ അല്ല, പർപ്പസിൽ ശരിയാകില്ല, എല്ലാവരും കൂടെ ആലോചിച്ച് അതിനെ നമുക്ക് അതിൻ്റെതായ രീതിയിൽ അത് മതിയാക്കുന്നതിൽ ഒരു തെറ്റുമില്ല. അത് നമുക്ക് ബ്ലാക്ക് മാർക്കൊന്നും വീഴത്തില്ല. അതിൽ നമ്മൾ കള്ളത്തരമൊന്നും കാണിക്കാതിരുന്നാൽ മതി. അപ്പോൾ MCA എന്ന് പറയുന്ന, അപ്പോൾ നമുക്ക് പല ഫോമും കൊടുക്കേണ്ടത് മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ്, അവരെ നമ്മൾ പലതും ഇൻഫോം ചെയ്യേണ്ടത് കൃത്യമായിട്ട്. അപ്പോൾ അവർ ഇറക്കുന്ന പുതിയ സർക്കുലേഷനൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ അവരുടെ സൈറ്റിൽ നോക്കിക്കൊണ്ടിരിക്കണം. ഇതിപ്പോൾ നമ്മളിങ്ങനെ ചിന്തിക്കുമ്പോൾ ആദ്യം നിങ്ങൾ അതിലേക്ക് കടക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ഇതൊക്കെ പാടല്ലേ, ബുദ്ധിമുട്ടല്ലേ എന്ന് ചോദിക്കും. ഇപ്പോൾ ലൈഫ് ലൈൻ്റെ കമ്പനി തന്നെ ഉണ്ടായിട്ട് 15 വർഷത്തിൽ കൂടുതലായി. അപ്പോൾ കുറച്ച് വർഷങ്ങൾ പോയി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ശകലം പോലും ബുദ്ധിമുട്ടില്ല. ഇതെല്ലാം നമ്മുടെ കമ്പനി കംപ്ലൈ ചെയ്തു പോകുന്നു, എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് കംപ്ലൈ ചെയ്തു പോകുന്നുണ്ട്. നമുക്ക് ഒരു പ്രയാസവും ഇല്ല. ലേബർ ലോസും, അപ്പോൾ പേയ്മെൻറ്റ് ഓഫ് വേജസ് ആക്ട്, മിനിമം വേജസ് ആക്ട്, എല്ലാം നമ്മൾ പ്രൊവിഡൻറ്റ് ഫണ്ടും എല്ലാം ചെയ്താണ് പോകുന്നത്. അതിൻ്റെ റെക്കോർഡ്സും, പിന്നെ അതുപോലെ അറ്റൻഡൻസും, ഇലക്ട്രോണിക് അറ്റൻഡൻസാണ്, ഇതെല്ലാം നമ്മൾ ചെയ്താണ് പോകുന്നത്. അപ്പോൾ അതിനകത്ത് പിന്നെ എംപ്ലോയീസ് വന്ന് ചോദിക്കുകയാണ്, നമുക്ക് സാലറി കൂട്ടി കാണിക്കാൻ പറ്റുമോ? നോ, അതിനൊന്നും ഒരു ചാൻസ് ഇല്ല. എക്സ്പീരിയൻസ് കൂട്ടി കാണിക്കാൻ പറ്റുമോ? നോ. എല്ലാം നമ്മൾ നിയമപരമായിട്ട് പറ്റുന്ന എല്ലാം ചെയ്യും. നേരത്തെ ഒരു എംപ്ലോയി പിന്നീട് വന്ന എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ചോദിച്ചാലും പഴയ റെക്കോർഡ്സ് എടുത്തു എല്ലാം ഇലക്ട്രോണിക്സിൽ കിടപ്പുണ്ട്. അപ്പോൾ അത് ചെയ്തിട്ട് നമ്മൾ കൊടുക്കുക എന്നുള്ളതാണ്. അത് മാത്രമായിരിക്കണം, അല്ല നമ്മൾ വേറെ ഫേവറിന് പോകരുത്.
പിന്നെ അതുപോലെ തന്നെ നമുക്കറിയാൻ പറ്റത്തില്ല, സ്ഥാപനം നടത്തുമ്പോൾ ഒരു ആൻറ്റി സെക്ഷൽ ഹരാസ്മെൻറ്റ് പോളിസി. അപ്പോൾ അവിടെ ഒരു വിമൻ എംപ്ലോയിയെ നമ്മൾ അതിന് വേണ്ടിയിട്ട് ബൈ നോട്ടിഫിക്കേഷൻ നമ്മൾ നിയമിച്ചേക്കണം. പിന്നെ അതുപോലെ തന്നെ ഗ്രാറ്റുവിറ്റി കൊടുക്കാനായിട്ട് എലിജിബിൾ ആയിട്ടുള്ള 15 വർഷം കഴിയുമ്പോഴാണ് നമുക്ക് വരുന്നത്. പക്ഷേ അത് നേരത്തെ നമ്മൾ അതിനുള്ള പ്രൊവിഷൻസ് ചെയ്ത് വെച്ചേക്കണം. വളരെ നിസ്സാര കാര്യമുള്ളൂ. അപ്പം അതുപോലെ തന്നെ നമ്മൾ ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രാക്ടീസസ്, പിന്നെ വേസ്റ്റ് മാനേജ്മെൻറ്റ്, പിന്നെ നമുക്ക് ഡിസ്പോസൽ ഓഫ് ഇതൊക്കെ അങ്ങനെ വരുന്ന കാര്യങ്ങൾ, എൻവയറമെൻ്റൽ നോംസ് പാലിച്ചുകൊണ്ട് പോവുക. പിന്നെ റിയൽ എസ്റ്റേറ്റൊക്കെയാണെങ്കിൽ റിയൽ എസ്റ്റേറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ചില നിയമങ്ങളുണ്ട്. അപ്പം ഇതിനെല്ലാം നല്ല കൃത്യമായിട്ട് റെക്കോർഡ്സ് ഉണ്ടാകണം എന്നുള്ളതേ ഉള്ളൂ. പിന്നെ ഡിജിറ്റൽ ആൻഡ് സൈബർ സെക്യൂരിറ്റി, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പാലിക്കേണ്ടതുണ്ട്. ഇതെല്ലാം കൂടെ കേൾക്കുമ്പോൾ നമുക്ക് ഒന്നുമില്ല, നിസ്സാര കാര്യങ്ങളേ ഉള്ളൂ. നമ്മൾ ചെയ്തിട്ടില്ലാത്ത ഒരു കാര്യത്തിലേക്ക് ഇതെല്ലാം നമ്മൾ അതിന് പറ്റിയ എംപ്ലോയീസിനെ എടുക്കുമ്പോൾ നമ്മൾ ദാക്ഷിണ്യവും കാരുണ്യവും ഉള്ളവരല്ല എടുക്കുന്നത്. ഒരാളത് ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള ആൾക്കാരെയാണ് നമ്മൾ അവിടെ എടുക്കേണ്ടത്. അവരത് ചെയ്ത് ഈ ലോങ് പീരീഡ് അവർ നമ്മളുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നിൽക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ ശമ്പളം തീരെ കുറച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇവർ എക്സ്പീരിയൻസ് കിട്ടി കഴിയുമ്പോൾ വേറെയുള്ള കമ്പനിയിലേക്ക് പോകും. അവർക്ക് ജീവിക്കാനൊരു ശമ്പളം കൊടുക്കുക, നമ്മുടെ പ്രസ്ഥാനത്ത് അവർക്ക് ഒരു സ്ഥാനം ഉണ്ടായിരിക്കുക. അവരുടെ ഫ്യൂച്ചറിൽ അവർക്ക് മക്കളെ വളർത്തേണ്ടതാണ്, അവർക്കും വയസ്സാകുമ്പോഴത്തേക്ക് എന്തെങ്കിലുമൊക്കെ വേണം. അപ്പോൾ നമ്മൾ വളരെ വലുതായിട്ടാണ് ബിസിനസ് ചെയ്യുന്നതെങ്കിൽ അവരെ കൂടെ ഫ്യൂച്ചറിലൊന്ന് കണ്ടോണം. അപ്പോൾ അവർക്കും കൂടെ എന്തെങ്കിലും ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ മനസ്സറിഞ്ഞ് നമ്മുടെ കൂടെ നിൽക്കും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ ഒരു രീതിയിൽ വേണം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് വരുന്നുണ്ടെങ്കിൽ അതൊന്നും ഒരു പ്രശ്നവുമില്ല. അവിടെ നമുക്ക് റിട്ടേൺസ് കുറഞ്ഞത് ഇവിടെ ഭയങ്കര സാധ്യതയുള്ളതാണെങ്കിൽ അറബികൾ തന്നെ ഒരുപാട് ഫണ്ട് ഇടുന്ന, ഇപ്പോൾ എൻ്റെ സ്റ്റുഡൻസിൽ പല ആൾക്കാർക്കും കേരളത്തിൽ തന്നെ അറബികൾ ഫണ്ട് ഇടുന്ന പ്രസ്ഥാനങ്ങളുണ്ടാവും. അപ്പം നമ്മളതെല്ലാം നമുക്ക് ഈ BMS 6 പഠിക്കാമെന്ന് നിങ്ങൾ വിചാരിക്കാം. വിശദമായിട്ട് നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ കിട്ടും. പിന്നെ ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷൻസ് എങ്ങനെയാണ്, അതിൻ്റെ റെഗുലേഷൻസ് എന്തുവാണ്, അതിൻ്റെ പ്രോപ്പർ ഡോക്യുമെൻറ്റേഷൻ എങ്ങനെയാണ്, പിന്നെ അതുപോലെ തന്നെ എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് ലോസ്, അത് നമ്മൾ കൂടുതൽ പഠിക്കുന്നത് 8ലാണ് പഠിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം നമുക്ക് ചെയ്തു പോകാം. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ അതിന് വേണ്ടിയിട്ടുള്ള പ്രത്യേക ഇൻസെൻറ്റീവ്സ് ഒക്കെ ഉണ്ട്. ഗവൺമെൻറ് ഇൻസെൻറ്റീവ്സ് പല സ്കീമിലുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് എവിടെ റിസ്ക് ഉണ്ടോ അവിടെയെല്ലാം നമ്മളത് റിസ്ക് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ചിലതിനൊക്കെ നമ്മൾ ഇൻഷുറൻസ് എടുത്ത് വെക്കേണ്ടതുണ്ട്. ബിസിനസ്സിനകത്ത് ഇൻ്ററപ്ഷൻസ് വന്നു കഴിഞ്ഞാൽ എങ്ങനെ നേരിടണം, അപ്പോൾ അത് നമുക്ക് നേരിടാനായിട്ടുള്ള. പിന്നെ നമുക്ക് ഒരു വിസിൽ ബ്ലോവർ പോളിസി, എവിടെയെങ്കിലും കറപ്ഷൻ നടക്കുന്നുണ്ട്, വൃത്തികേട് നടക്കുന്നുണ്ട്, അങ്ങനെ നടക്കുന്നുണ്ട്, നമ്മളെങ്ങനെ അറിയിക്കണം. പിന്നെ അത് നമ്മുടെ ഒരു ജോലിയായിട്ടൊന്നും എടുക്കേണ്ട, പക്ഷേ നമ്മുടെ മാർഗ്ഗതടസ്സം അവർ നിന്ന് കഴിഞ്ഞാൽ, അതുപോലെ മേർജർ, അക്വിസിഷൻസ്, ഇങ്ങനെയുള്ള കാര്യം, അമാൽഗമേഷൻസ്, കമ്പനികൾ തമ്മിൽ ഒന്നിച്ച് ചേരുക, കൂട്ടായി ഒന്നിച്ചാക്കുക, അതിനെടുക്കേണ്ടത്. ഡെറ്റ് മാനേജ്മെൻറ്റ്, ഇങ്ങനെയുള്ള കുറേ റിസർവ് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട് ഇതിനകത്ത് നമ്മൾ ആ ലെറ്റർ, ഇപ്പോൾ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റോ കമ്പനി സെക്രട്ടറി ലെറ്റർ അയച്ചു കഴിഞ്ഞാൽ അവിടെ നിന്ന് അത് അംഗീകരിച്ചുകൊണ്ട് നമുക്ക് ഉടനെ തന്നെ ലെറ്റർ വരും. അല്ലാതെ അത് നമുക്ക് എത്താൻ പറ്റത്തില്ലാത്ത സ്ഥാപനമൊന്നുമല്ല, ഒരു പ്രശ്നവുമില്ല. സെൻട്രൽ ഗവൺമെൻറ്റിൽ ഏറ്റവും വലിയൊരു സഹായമുള്ളത് നമുക്കൊരു ഈ RTIയുടെ ഒരു പോർട്ടലുണ്ട്. അതിൽ കയറി നമ്മൾ ഒരിക്കൽ രജിസ്റ്റർ ചെയ്തൊരു അക്കൗണ്ട് എടുത്തിട്ട് കഴിഞ്ഞാൽ ഏത് ഡിപ്പാർട്ട്മെൻ്റ് ആണെങ്കിലും ശരി, നമ്മൾ അതിനകത്ത് കയറിയിട്ട് 10 രൂപ ക്രെഡിറ്റ് കാർഡിൽ നമ്മൾ പൈസ അടച്ചും കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് ഒരു മാസത്തിനകത്ത് വന്നു കിടന്നോളും. നമ്മൾ ചോദിച്ചു RBI കുറിച്ചാണെങ്കിലും ശരി, ഫൈനാൻസ് മിനിസ്ട്രിയെ കുറിച്ചാണെങ്കിലും ശരി, എക്സ്പോർട്ട് ഇമ്പോർട്ടിനെ കുറിച്ചാണെങ്കിലും എന്താണെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ചോദിക്കുന്നതിന് വളരെ കൃത്യമായിട്ട് ആ ഡോക്യുമെൻറ്റിൻ്റെ കോപ്പി എടുത്ത് അവരിങ്ങനെ അറ്റാച്ച് ചെയ്ത് ഭയങ്കര സഹായം. ചോദിക്കുന്നത് എങ്ങനെയാണെന്ന് പഠിച്ചാൽ മതി. ഇപ്പം ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്ന പല കാര്യങ്ങളും എനിക്ക് സഫീഷ്യൻ്റായിട്ട് ഡേറ്റ ഇല്ല, ഉടനെ തന്നെ ഞാൻ അതിൽ കയറിയിരുന്ന് ഉടനെ തന്നെ അതിനകത്തോട്ട് ചോദ്യങ്ങൾ ചോദിക്കും. 10 രൂപ കൊടുക്കും. 10-20 ഡിപ്പാർട്ട്മെൻറ്റ് ഇതാണെങ്കിൽ അവിടെ എല്ലാം 10 രൂപ എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ അതെല്ലാം വന്ന് കിടക്കും. അപ്പോൾ അത് നമുക്ക് വളരെ വളരെ ഈസിയാണ്. തന്നെയുമല്ല, നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മറുപടി തരാൻ വേണ്ടിയിട്ടാണ് അവരിയ്ക്കുന്നത്. നമ്മൾ അങ്ങോട്ടൊരു ന്യായമായ കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ അവർ കൃത്യമായിട്ട് മറുപടി തരും. ബിസിനസ് വളർത്തുക എന്ന് പറയുന്നത് ഗവൺമെൻറ് നമ്മളെ കഴിഞ്ഞും കൂടുതൽ അത്യാവശ്യം ഗവൺമെൻറ്റിനാണ്. നമ്മളവരെ അപ്രോച്ച് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. പിന്നെ നമുക്ക് നമ്മുടെ ബിസിനസ് വളർത്താൻ പറ്റിയ ഒരുപാട് ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഓരോ ബിസിനസ് സെക്ടർ പറയുമ്പോഴാണ് എനിക്ക് പറഞ്ഞു തരാൻ പറ്റും, നിങ്ങൾ ഇവിടെ പോകണം, ഇന്നടുത്ത് പോകണം. ഓരോന്നിനും ഓരോ ബിസിനസ്സാണ്. ഫുഡിനാണെങ്കിൽ ഓരോ സ്ഥലത്ത്, ഖനിയും മറ്റുമാണെങ്കിൽ അവിടെ വേറൊരു സംഭവം, IT ആണെങ്കിൽ വേറൊരു സംഭവം, എക്സ്പോർട്ട് ആണെങ്കിൽ വേറൊരു സംഭവം. ഇങ്ങനെ നമുക്ക് അതിന് വേണ്ടിയിട്ട് പറ്റിയ പ്രസ്ഥാനങ്ങളുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് അതിന് കൺസൾട്ടൻ്റ് ആണെങ്കിൽ അവരോട് ചോദിക്കാം. കൺസൾട്ടൻസ് ഉള്ളത് നമുക്ക്, ഇല്ലെങ്കിൽ മെൻറ്റേഴ്സ് ഉള്ളത് വളരെ നല്ലതാണ്. അപ്പോൾ അത് നമുക്ക് എടുക്കാം. പിന്നെ E-commerce ഒക്കെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. അതൊരു ഡിവിഷനായിട്ട് നമുക്ക് കൈകാര്യം ചെയ്യാം. ഓൺലൈൻ ട്രാൻസാക്ഷൻസിലേക്ക് നമുക്ക് ചെയ്യാം. അതെങ്ങനെ മാനേജ് ചെയ്യണം, അതും ഈ പറഞ്ഞാൽ നമുക്ക് പേയ്മെൻറ്റ് ഗേറ്റ് വേ വരുന്ന ബാങ്കുകാർ തന്നെ പറഞ്ഞു തരും. ഒരു പ്രയാസമില്ല, അവർ അതിനുവേണ്ടി തന്നെ തുറന്നു വെച്ചേക്കുന്നവരാണ്.
അപ്പോൾ നമ്മളത് എടുക്കാതിരുന്നിട്ട് നമുക്കത് അറിയത്തില്ലാത്തത് കൊണ്ട് നമ്മളിങ്ങനെ കരഞ്ഞുകൊണ്ട് നടന്നൊരു കാര്യമുണ്ടോ? ഓക്കെ. അപ്പോൾ നമുക്ക് ആ ഒരു പിന്നെ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ലോസ് നമ്മൾ പാലിക്കണം. പിന്നെ എന്തെങ്കിലുമൊക്കെ ചെറിയ നമ്മുടെ കയ്യിൽ നിന്ന് മിസ്റ്റേക്ക് കൊണ്ട് എന്തെങ്കിലും സംഭവിച്ചാൽ അവരെ പറഞ്ഞ് മനസ്സിലാക്കി എന്തെങ്കിലും ഒരു കോമ്പൻസേഷൻ കൊടുത്ത് അങ്ങ് തീർത്തേക്കണം. അപ്പോൾ അതുപോലെ തന്നെ ടാക്സ് പ്ലാനിങ് കൂടുതൽ കാലത്തേക്ക് നമുക്ക് എങ്ങനെ ചെയ്യണം. പിന്നെ ഇങ്ങനെ നമുക്ക് വരാവുന്ന എന്തൊക്കെ തടസ്സങ്ങൾ വരാനായിട്ട് പോകുന്നു. ഇതിപ്പോൾ നമ്മളിങ്ങനെ സ്മൂത്തായിട്ട് മാനേജ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏത് ബിസിനസ്സും ഏത് രീതിയിലും നടത്തിക്കൊണ്ട് പോകാം. പിന്നെ നമ്മൾ ഈ കൃത്യമായിട്ട് ഓഡിറ്റൊക്കെ ഉണ്ടെങ്കിൽ ഒരു ഫ്രോഡ് പ്രിവെൻഷൻ നമുക്ക് അവിടെ ചെയ്യണം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അപ്പം തന്നെ കണ്ടെത്തി അതിന് അപ്പം തന്നെ പരിഹാരം ഉണ്ടാക്കാനായിട്ട് പറ്റും. പിന്നെ നമുക്ക് ഒരു ഓൺലൈൻ ട്രാൻസാക്ഷൻ നടത്തി അതിനകത്ത് മിസ്റ്റേക്ക് വല്ലതും പറ്റിയോ, ആ മിസ്റ്റേക്ക് വല്ലതും പറ്റിയിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ നമ്മൾ രണ്ട് മണിക്കൂറിനകത്താണ് നമുക്കത് റിവേഴ്സ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ നമ്മൾ കോൺട്രാക്റ്റുകളിലൊക്കെ നമുക്കൊരു ഒരു കൺസിലിയേഷനുള്ളൊരു പ്രൊവിഷനും കൂടെ നമ്മൾ കയറ്റി വെച്ച് കഴിഞ്ഞാൽ കൺസിലിയേഷൻ ആർബിട്രേഷൻ നമുക്കൊക്കെ തീരും. അപ്പോൾ കേസ് വെറുതെ പോകേണ്ടതായിട്ട് കാര്യമില്ല. ഓൾട്ടർനേറ്റീവ് സൊല്യൂഷൻസ്, ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള പ്രൊവിഷൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അതിനകത്തൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ നന്നായിട്ട് തന്നെ. പിന്നെ ഇപ്പോൾ ഇത് ചെയ്യുന്ന കൂടുതലും ഡിജിറ്റൽ സിഗ്നേച്ചർ വഴിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഡിജിറ്റൽ സിഗ്നേച്ചർ വഴി പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇപ്പോൾ ഇൻഫർമേഷൻ ടെക്നോളജി കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അതൊക്കെ നമുക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഈ പറയുന്ന തലവേദനകളൊന്നുമില്ല. അപ്പം നമുക്ക് ആധാർ എടുക്കുന്ന പോലെ തന്നെ സ്ഥാപനങ്ങൾക്ക് ആധാറുണ്ട്, ഗവൺമെൻറ് തരുന്നുണ്ട്. അപ്പോൾ അതുമൊക്കെ എടുത്തു കഴിഞ്ഞാൽ ആ നമ്പർ നമുക്ക് എവിടെ വേണമെങ്കിലും ഉപയോഗിക്കാം. പിന്നെ നമുക്ക് ഈ കമ്പനിക്കകത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടായി ഡയറക്ടേഴ്സ് തമ്മിൽ പ്രശ്നം ഉണ്ടാക്കുകയാണെങ്കിൽ കംപ്ലൈ വിത്ത് നാഷണൽ കമ്പനി ലോ ട്രൈബ്യൂണലുണ്ട്, NCLT എന്നാണ് പറയുന്നത്. ഒരു ഹൈക്കോടതിൻ്റെ അതേ ലെവലിൽ വരുന്നതാണ്. കൊച്ചി തന്നെ അതിൻ്റെ ബെഞ്ചുണ്ട്. നമുക്കൊരു പ്രശ്നം ഉണ്ടാകുകയാണെങ്കിൽ പെട്ടെന്ന് അവരെ സമീപിക്കാം. അതുപോലെ പബ്ലിക് ലിമിറ്റഡ് കമ്പനി ആയി കഴിഞ്ഞാൽ SEBI ഉണ്ട്, പെട്ടെന്ന് നമുക്ക് ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞു തരാനും ചെയ്യാനും അവിടെ പോയി പ്രസൻറ്റ് ചെയ്യാനും ഒക്കെ അതിന് പറ്റിയ ആൾക്കാരുണ്ട്. അപ്പം അവർ നമുക്കുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ നമ്മൾ വലിയ ആശങ്കപ്പെടേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ നമുക്ക് എന്തെങ്കിലും പഠിച്ചാലേ പറ്റുള്ളൂ, പഠിച്ചാലല്ലേ നമുക്ക് ഇതിൽ കൂടെ വരാനായിട്ട് പറ്റുള്ളൂ. പിന്നെ ഈ നമ്മൾ എബ്രോഡിൽ നിന്ന് പൈസ വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് ആ ഫേമ വെച്ചിട്ട് നമ്മളങ്ങ് ചെയ്തുകൊണ്ടിരുന്നാൽ മതി. അല്ലാതെ ഫോറിൻ മണി ആയത് വെച്ച് നമുക്ക് വലിയ പ്രശ്നമുണ്ട്. പറഞ്ഞ് പേടിപ്പിക്കുന്നവരുണ്ടാകും, അവർക്ക് നിയമം അറിയത്തില്ലല്ലോ. അപ്പം നമുക്കല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മൾ ഈ കറക്റ്റായിട്ട് അതനുസരിച്ച് നിയമം അനുസരിച്ച് ലോ അബൈഡിങ് സിറ്റിസൺസിന്. പിന്നെ അതിൻ്റെ കൂടെ ആര് വന്ന് പറഞ്ഞാൽ ഈ ആൻറ്റി മണി ലോണ്ടറിങ് ആക്ട്, AML കംപ്ലയൻസസ് എന്ന് പറയും, അത് ഭയങ്കര പവർഫുള്ളാണ്. നമ്മളത് മറ്റുള്ളവർക്ക് അതിന് സൗകര്യം നമ്മുടെ കമ്പനി ചെയ്ത് കൊടുക്കരുത്, അത് ഇല്ലീഗൽ ആക്ടിവിറ്റീസാണ്. പിന്നെ അപ്പോൾ അതുകൊണ്ട് നമ്മൾ അത് ചെയ്ത് കൊടുക്കരുത് മറ്റുള്ളവർക്ക്, ഇല്ലീഗൽ ആക്ടിവിറ്റീസ്. അതുപോലെ തന്നെ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊമോഷൻ ബോർഡുണ്ട്, FIPB എന്ന് പറയും. അപ്പോൾ അവരുമായിട്ട് അപ്പോൾ അതിൽ കൂടെ നമുക്ക് ഫണ്ട് കിട്ടാൻ ആവശ്യമുണ്ടെങ്കിൽ അവരത് പ്രൊമോട്ട് ചെയ്ത് തരാൻ അവർ തയ്യാറാണ്, ഗവൺമെൻറ് ബോഡിയാണ്. അപ്പോൾ അത് നമ്മൾ ഉപയോഗിക്കാനായിട്ട് പഠിക്കണം. അപ്പോൾ ഇങ്ങനെ നമ്മൾ ആ ഒരു ഫെസിലിറ്റി ഇതെല്ലാം നമുക്ക് അപ്രോച്ചബിളാണ്. അതല്ലെങ്കിൽ നമുക്ക് പകരം നമ്മുടെ കമ്പനി സെക്രട്ടറിയോ നമ്മുടെ ലോയറോ അവിടെ പോകാൻ റെഡിയാണ്. അപ്പം നമുക്കൊരു കാര്യം നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ കിടന്ന് കറങ്ങുന്നതിന് പകരം നമുക്ക് പുറത്ത് നമ്മൾ എത്താത്ത എവിടെയൊക്കെ നമുക്ക് സാധ്യതകളുണ്ട്. അപ്പോൾ നിങ്ങളിത് പഠിച്ചതിന് ശേഷം ഇതൊന്നും കൂടെ 2-3 പ്രാവശ്യം നോക്കാം. ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് സംശയങ്ങളുള്ളത് മറ്റ് അനവധി ഹിന്ദിയിലും ഒക്കെ ഇട്ടേക്കുന്ന ഒത്തിരി ഇംഗ്ലീഷിലൊക്കെ ഇട്ടേക്കുന്ന ഒരുപാട് യൂട്യൂബ്സ് ഉണ്ട് കമ്പനി ലോസുമായിട്ട് ബന്ധപ്പെട്ട്, അത് തന്നെ നിങ്ങൾക്ക് ചോദിക്കാം. അപ്പോൾ എന്തായാലും നിങ്ങളൊരു കാര്യം ചെയ്യുക, ഈ കമ്പനി ലോയെക്കുറിച്ച് ഇത് സെക്കൻഡ് ടൈം ഒക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് നമ്മുടെ ഈ BMS 6 ഫണ്ടിങ്ങിനുള്ള ഒരു ചിലവാനം 100+ മെത്തേഡുകളും അതോടൊപ്പം തന്നെ നമ്മുടെ മൊത്തത്തിലുള്ള റവന്യൂ കൂട്ടാൻ പറ്റിയ, അപ്പോൾ നമ്മുടെ കമ്പനി വലിയ രീതിയിലേക്ക് അങ്ങ് പോവുകയാണ്. അപ്പം ആ രീതിയിലേക്ക് നമ്മൾ പഠിച്ചിട്ടങ്ങ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒറ്റയ്ക്കൊന്നും ചെയ്യാതെ അപ്പം നമുക്കൊരു പങ്ക് ചേർന്ന് ബിസിനസ് ചെയ്ത പ്രശ്നം അങ്ങനെയൊന്നും ഇല്ല. നമ്മൾ മറ്റുള്ളവരുമായിട്ട് ചേരാനുള്ള പേഴ്സണാലിറ്റി, അങ്ങനത്തെ ഒരു പേഴ്സണാലിറ്റി അല്ലെങ്കിൽ ആ ചേർന്നെടുക്കുന്ന പേഴ്സണാലിറ്റി ആക്കി നമ്മൾ ഈ ഒരു ഇൻ്റർപേഴ്സണൽ സ്കിൽസ് നമ്മൾ കുറേ ഉണ്ടാക്കിയെടുക്കണം. അതിന് വേറെ ചില ക്ലാസ്സുകളാണ്. അതല്ല കമ്പനി ലോയോ ബിസിനസ്സിൻ്റെ കുഴപ്പമോ കേരളീയരുടെ പ്രശ്നം കൊണ്ടും അല്ല, എത്രയോ ബിസിനസ്സുകൾ ഇവിടെ നടത്തുന്നു. അപ്പോൾ ബിസിനസ്സിനകത്ത് പ്രശ്നമുള്ളതെന്ന് പറഞ്ഞാൽ ഈ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ആൾക്കാർ, വേറൊരാളുമായിട്ട് ചേർന്ന് ബിസിനസ് ചെയ്യാൻ പറ്റത്തില്ലാതെ പോകുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് ഇങ്ങനെ കുറേ പ്രശ്നമുണ്ട്. അവർ പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ്പെറൻസി കാണിക്കത്തില്ല, എന്താ ചെയ്യാൻ പോകുന്നതെന്ന് മറ്റുള്ളവരോട് പറയത്തില്ല, എന്ത് വന്നാലും തടസ്സവും തർക്കവും ഒക്കെ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരിതുണ്ട്.
അതിൻ്റെ ഒരു എങ്ങനെയാണ് അതിൻ്റെ ഒരു പിന്നെ ഒരു കാര്യക്ഷമത എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്നുള്ളത് നമ്മൾ പിന്നീടുള്ള ക്ലാസ്സുകളിൽ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ബില്യണയർ മൈൻഡ് സെറ്റ് ഒറ്റ ലെവൽ പഠിച്ചുകൊണ്ട് ഒന്നും ആകില്ല. നമ്മൾ 10 ലെവൽ പഠിക്കുമ്പോഴാണ് നമുക്കൊരു ഒരു 10 MBA ചെയ്യുന്ന MBAക്കകത്ത് തന്നെ ഒരു 6-7% മാത്രമേ നമുക്കൊരു ബിസിനസ്സിന് പറ്റിയ സാധനങ്ങളുള്ളൂ. ബാക്കിയെല്ലാം വല്ലയിടത്തും ജോലിക്കാരനായിട്ടിരിക്കാനുള്ള കാര്യങ്ങളാണ്. പക്ഷേ നമ്മൾ BMS 1 to 10 ചെയ്യുമ്പോൾ അത് മുഴുവനും നമ്മൾ വലിയ രീതിയിലുള്ള അപാരമായ 10,000 കോടിയുടെ ബിസിനസ് നടത്താനുള്ള ആൾക്കാർ പഠിച്ചിരിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ഇനി നമ്മൾ വേറെ ഒന്നും ചെയ്തില്ലെങ്കിൽ ഇത് നമുക്ക് മുഴുവൻ അറിയാമെന്നുണ്ടെങ്കിൽ ബിസിനസ് ചെയ്യുന്നവരുടെ അടുത്ത് നമ്മൾ കൂടി നിന്നാൽ പോലും അവരുടെ ബിസിനസ് പരിപോഷിപ്പിച്ച് കൊടുത്താൽ പോലും നമുക്ക് നല്ല സാധ്യത വരുവാണ്. നമുക്ക് വലിയ രീതിയിൽ ബിസിനസ് ചെയ്യാനും, അപ്പോൾ അവരുടെ ബിസിനസ് പരിപോഷിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഷെയർസായിട്ട് റെമ്യൂണറേഷൻ നമുക്ക് കിട്ടാനായിട്ടും അതിൻ്റെ ഒരു പാർട്ടായിട്ട് പോലും നിന്ന് വളരാവുന്ന കാര്യം. അപ്പോൾ നമ്മൾ ഒരു ഭാഗം കൊണ്ട് നിർത്തരുത്. ഇപ്പോൾ കിട്ടാവുന്ന ഒരു സ്ഥലം കൊണ്ട് നമ്മളതിനെ മാക്സിമം ഉൾപ്പെടുത്തി. ഇപ്പം നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വല്ലപ്പോഴും ഓരോരോ കോഴ്സിന് വരുന്നതിന് പകരം മിക്കവാറും എല്ലാ കോഴ്സും തന്നെ ഓൺലൈനിൽ കിട്ടാനായിട്ട്, അപ്പം ലോകത്തിൻ്റെ ഏത് ഭാഗത്തിരുന്നും ആൾക്കാർക്ക് ഇത് പഠിക്കാനായിട്ട് പറ്റണം. അപ്പോൾ പല ആൾക്കാർക്ക് ഇപ്പോൾ ഇങ്ങോട്ട് വരാൻ പറ്റുന്നില്ല. പുറത്തൊക്കെ ഇരുന്നിട്ട് ആൾക്കാർ പഠിക്കുന്നുണ്ട്. മലയാളികൾ എബ്രോഡ് ഇരുന്നിട്ടൊക്കെ ഒരുപാട് പേര് പഠിക്കുന്നുണ്ട്. അപ്പം ഇത് മൊത്തം കയറിയിരുന്ന് പഠിക്കുന്നുണ്ട്. അപ്പോൾ അവർ കമൻറ്റൊക്കെ ഇടുന്നുണ്ട്, നമ്മളെ അറിയിക്കുന്നുണ്ട്. അത് നല്ല ഒരു ഇതാണ്. കാരണം അവർ വേറെ ആരും അറിയുന്നില്ല, അവരുടെ സമയം കളയണ്ട, ആവശ്യമുള്ള ഭാഗം മാത്രം അവർ നോക്കുക, അത് പിന്നീട് ബാക്കിയുള്ള പിന്നീടത്തേക്ക് നോക്കാനായിട്ട് ചെയ്ത് അവരുടെ ബിസിനസ്സിനകത്ത് അത് ഉപയോഗിക്കുക. പിന്നെ ബാക്കിയുള്ള രാജ്യത്തെ ബിസിനസ്സുമായിട്ടൊക്കെ ചെറിയ വ്യത്യാസമേ ഉള്ളൂ. അപ്പം ഞാൻ ഒന്നാമത്തെ കാര്യം US എടുക്കാവുന്ന രീതിയിലാണല്ലോ ക്ലാസ്സുകൾ ഡിസൈൻ ചെയ്തേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്കിപ്പം GCC-യിലൊക്കെ ചെയ്യാവുന്ന, ആഫ്രിക്കയിലൊക്കെ ചെയ്യാവുന്ന രീതിയിലാണ് നമ്മളിത് ചെയ്ത് വെച്ചേക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ആ ഒരു പ്രശ്നം വരുന്നില്ല. അപ്പോൾ എന്തായാലും നിങ്ങളിത് പിന്നെ നന്നായിട്ട് പഠിച്ച് ഒരു ആഗോളതലത്തിലൊരു ബിസിനസ് എത്താനായിട്ട് വലിയ വലിയ സ്വപ്നങ്ങളുമായിട്ട് വരിക. നമുക്ക് വലിയ രീതിയിൽ വർക്കൗട്ട് ചെയ്യാം. വലിയ സൗഭാഗ്യങ്ങൾ ഉണ്ടാകട്ടെ. ഓൾ ദ ബെസ്റ്റ്.